സ്ഥാനം പിടിച്ചു എന്നാണ് പറയുന്നത്. വനത്തിന്റെ ഐശ്വര്യ ദേവത ആരിൽ സ്ഥാനം പിടിച്ചു? വനശ്രീ സ്ത്രീകളിൽ. കാരണം അവരിലാണ് ഇപ്പൊ സൗന്ദര്യം കൂടുതൽ നിൽക്കുന്നത്. വനത്തിന്റെ സൗന്ദര്യം മുഴുവൻ ഇവർ കവർന്നെടുത്തു കഴിഞ്ഞു. അപ്പോ ആരോ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. വനത്തിന്റെ വനശ്രീ ആ സൗന്ദര്യം മുഴുവൻ സ്വീകരിച്ചതുകൊണ്ട് വനത്തിന്റെ സൗന്ദര്യത്തെക്കാൾ കൂടുതലായി ഈ സ്ത്രീ അപ്സരസുകളുടെ സൗന്ദര്യം എന്ന് ധ്വനിയാണ്. 29ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാണ് ഞാൻ. 29ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഗതൈ സഹാവൈ കളഹം സവിക്രമം കളത്രഭാരൈ പുളിനം നിതംബിഭി മുഖൈ സരോജാനി ച ദീർഘലോചനൈ സുരസ്ത്രിയ സാമ്യഗുണാൻ നിരാസിരേ. സാമ്യഗുണാൻ നിരാസിരേ, അതായത് ഈ യൗവനാവസ്ഥയിൽ ഉണ്ടാവുന്ന ഭാവങ്ങളാണ് ഭാവം, ഭാവം, ഹേളം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ അപ്സരസുകള് അവരുടെ ചേഷ്ടകള് ഗതൈ സഹാവൈ കളഹംസ വിക്രമം എന്നാണ് പറയുന്നത് 29ാമത്തെ ശ്ലോകത്തില്. അതായത് അപ്സരസുകളുടെ ചേഷ്ടകളോടെ നടന്ന് അരയന്യങ്ങളുടെ ആ ചെയ്തികളുടെയും, അതായത് അപ്സരസുകളുടെ ചേഷ്ടകളാണ് അരയന്യങ്ങളുടെ ചെയ്തികളെക്കാളും ശ്രേഷ്ഠനാക്കി. അതുപോലെ തന്നെ കളത്രഭാരൈ പുളിനം നിതംബിഭി, കനത്ത നിതംബവും അരക്കെട്ടുമായി പുഴയുടെ മണൽത്തിട്ടയേക്കാളും ശ്രേഷ്ഠമായി ഇവരുടെ കനത്ത നിതംബവും അരക്കെട്ടും. മറ്റൊന്നെന്താണ്? മുഖൈ സരോജാനിച്ച ദീർഘലോചനൈ, അവരുടെ നീണ്ട കണ്ണുകളുള്ള മുഖം കൊണ്ട് താമരകളുടെയും ആ ഗുണസാമ്യത്തെ സുരസ്ത്രീകൾ നിരാസിരെ തൂത്തെറിഞ്ഞു എന്നർത്ഥം. എന്താ മനസ്സിലാക്കിയത്? അതായത് സാധാരണ സാമ്യല്ല പറയേണ്ടത്, ഇത് സാമ്യല്ല പറയുന്നത്, ആ സാമ്യത്തെ പോലും ഇല്ലാതാക്കി. കാരണം എന്താണ്? അപ്സരസുകളുടെ നടത്തം അരയന്നങ്ങളുടെ നടത്തത്തെ തോൽപ്പിച്ചു, അതിനേക്കാളും മനോഹരായി. കനത്ത നിതംബവും അരക്കെട്ടുമായിട്ടുള്ള ഇവരുടെ സൗന്ദര്യം പുഴയുടെ മണൽത്തിട്ടൊന്നും ഒന്നുമല്ല ഇവരുടെ നിതംബത്തിന്റെ അടുത്ത്, അത്രയും സൗന്ദര്യമാണ്. മറ്റൊന്നെന്താണ്? ഇവരുടെ നീണ്ട കണ്ണുകളുള്ള മുഖമുണ്ടല്ലോ, താമരകളൊന്നും അവരുടെ മുൻപിൽ ഒന്നും അല്ലാതായി. അതുകൊണ്ട് സാമ്യഗുണാൻ നിരാസിരേ, അരേ സുരസ്ത്രീകള് ഈ ഗുണസാമ്യത്തെ തൂത്തെറിഞ്ഞു. ഉപമയിൽ തന്നെ മറ്റൊരു ഉപമ, ലക്ഷിതോപമ എന്നൊക്കെ പറയാൻ തോന്നുന്നു. സ്തനം കുന്നോളം ഇടഞ്ഞ എന്നൊക്കെ പറയില്ലേ നമ്മൾ മലയാളത്തില്, കൊമ്പനാനയുടെ വമ്പിനോടിടയുന്ന വമ്പ്, അത്തരത്തിലുള്ള പ്രയോഗങ്ങളുണ്ടല്ലോ. അതുപോലെയാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. അത്രയും സാമ്യത പറയാതെ സാമ്യത്തെക്കാളും ശ്രേഷ്ഠമായിരുന്നു ഈ അപ്സരസുകളുടെ സൗന്ദര്യം എന്ന് സാരം. 36ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. 36ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അഗൂഢഹാസസ്ഫുടദന്തകേസരം മുഖം സ്വിദേതത് വികസന്നു പങ്കജം ഇതി പ്രലീനാം നളിനീവനേ സഖീം വിദാംബഭൂവു സുചിരേണ യോഷിത. ഇവിടെ ഒരു അപ്സരസ്, ഒരു ദേവസ്ത്രീ എന്താ ചെയ്തേ? ഈ താമരക്കുളത്തില് അങ്ങോട്ട് തല മാത്രം പുറത്ത് കാണുന്ന രീതിയിൽ അങ്ങോട്ട് ഒളിച്ചിരുന്നു, ശരീരം മുഴുവൻ വെള്ളത്തിനടിയിൽ. അപ്പൊ ഈ താമരക്കാട്ടിൽ ഒളിച്ചിരുന്ന സഖിയെ മറ്റുള്ള തോഴിമാരൊക്കെ ഇങ്ങനെ തെരഞ്ഞു നടക്കാണ്. അതാണ് പറയുന്നത്, അവിടെ മറ്റുള്ള തോഴിമാർ മുഴുവൻ ഇങ്ങനെ തെരഞ്ഞു നടക്കുന്നുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ സ്വിത് എന്നൊരു അവയുണ്ട്, സംശയാസ്പദമായിട്ട് ഉപയോഗിക്കുന്ന ഒരു അവയാണ്. തല മാത്രമാണ് പുറത്ത് കാണുവാനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് താമരയാണോ, അത് സുന്ദരിയുടെ കണ്ണുകളാണോ, താമര ഇതളാണോ, ആ കുനിഞ്ഞ കൈകളുടെ രോമമാണോ, ഒച്ചയും അനക്കവും ഇല്ലാതെ ഇരിക്കുന്ന വണ്ടുകളാണോ, ആ തെളിയുന്ന പുഞ്ചിരിയിൽ വെളിവായ കേസരം പോലത്തെ മുഖാണോ, ഇത് വിടരുന്ന താമരയാണോ? ഇങ്ങനെ താമരക്കാട്ടിൽ ഒളിച്ചിരുന്ന ആ നളിനീവനെ പ്രളീനാം, നളിനീവനത്തിൽ ഒളിച്ചിരിക്കുന്ന സഖീം, സഖിയെ യോഷിത, തോഴിമാരെ സുചിരേണ, കുറെ സമയമെടുത്തു നോക്കി കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ വിദാംബഭൂ, കണ്ടെത്തി എന്നർത്ഥം. അതായത് ആ സുന്ദരിയുടെ മുഖവും താമരയും എപ്രകാരം ഒരുപോലെ ഇരിക്കുന്നു എന്നതിനെ ഉപമിക്കുവാനായിട്ട് കവി പ്രയത്നിച്ചിരിക്കുകയാണ്. ആ ഒരു പങ്കജത്തെ കണ്ടത്, കാരണം തല മാത്രം ഇങ്ങനെ പുറത്ത് ആയിട്ട് ഒളിച്ചിരിക്കുന്ന ഒരു അപ്സരസ്, ആ സഖിയുടെ കണ്ടെത്താനായിട്ട് അവരെത്രമാത്രം കഷ്ടപ്പെട്ടു, പ്രയത്നിച്ചു എന്ന് ആ മുഖ സൗന്ദര്യത്തെ വർണ്ണിക്കുവാനായിട്ട് കവി ഈ വർണ്ണന എടുത്തിരിക്കുകയാണ്. അടുത്ത ശ്ലോകത്തിൽ, അത് 37ാമത്തെ ശ്ലോകം, ഒരു വലിയ തത്വം കൂടെ പറഞ്ഞു തരുന്നുണ്ട് കവി നമുക്ക്. പ്രിയേണ സംഗ്രധ്യ വിപക്ഷ സന്നിധൗ ഉപാഹിതാം വക്ഷസി പീവരസ്തനേ
സൃജന്ന കാചിത് വിജഹൗ ജലാവിലാം വസന്തി ഹി പ്രേംണി ഗുണാന വസ്തുനി. അതായത് തന്റെ പ്രിയൻ പ്രിയയുടെ ആ തടിച്ച പീവരസ്തനത്തിൽ പ്രിയയുടെ മാറിൽ ഒരു മാല അണിയിക്കുന്നുണ്ട്. ഈ മാല എങ്ങനത്തെ മാലയാണെന്നറിയോ? ജലാവിലാം, വെള്ളത്തിൽ മുങ്ങി ആകെ ചണ്ടി പോലെയായ ആകെ നശിച്ചൊരു മാലയാണ്. അതാണ് പ്രിയയുടെ മാറിൽ അണിയിക്കുന്നത്. എന്നാലും സ തഥാപി ന വിജഹൗ, കണ്ട, സ്രജം ന കാജിത് വിജഹൗ, അത് ന വിജഹൗ, അവളത് ഉപേക്ഷിച്ചില്ല. പ്രിയ തന്റെ പ്രിയതമൻ തന്റെ മാറിൽ ചാർത്തിയ ആ വെള്ളത്തിലൊക്കെ ആകെ ഒഴുകിപ്പോയി നശിച്ചൊരു മാലയാണ്, എങ്കിലും അത് ഉപേക്ഷിക്കുന്നില്ല. കവി അതിന് കാരണം പറയുന്നത് ഒരു അർത്ഥാന്തരന്യാസം പറയുന്നത് പോലെയാണ്. അർത്ഥാന്തരന്യാസം അലങ്കാരത്തില് വസന്തിഹി പ്രേംണി ഗുണാന വസ്തുനി, ഗുണാഹ പ്രേംണിഹി വസന്തി ന വസ്തുനി. അത് ഗുണം പ്രേമത്തിലാണ്, അല്ലാതെ വസ്തുവിലല്ല എന്നർത്ഥം, അല്ലെ? നമ്മൾ പ്രേമത്തോടു കൂടെ സാധാരണ ഈ പ്രണയതാക്കൾ പ്രണയത്തിലുള്ള രണ്ടുപേർക്കറിയാം, ഒരു വിലയില്ലാത്ത സാധനമാണെങ്കിലും ആ പ്രണയിക്കുന്ന ആള് കൊടുത്തു കഴിഞ്ഞാണ്ടില്ല അതിനെ പൊന്നുപോലെ സൂക്ഷിക്കും. ഇനി തീരെ ഇഷ്ടമില്ലാത്ത ആള് എത്ര വില പിടിച്ച സാധനം കൊടുത്താലും അതിനൊന്നും വലിയ വില ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് അനുഭവമുള്ളതാണ്. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാള് നമുക്ക് എന്തെങ്കിലും ഒരു വിലയില്ലാത്ത ഒരു ചെറിയൊരു ഈർക്കിലിക്കോല് തന്നാൽ പോലും ആ ഈർക്കിലി കഷ്ണത്തെ പോലും നമ്മൾ ഭദ്രമായി സൂക്ഷിക്കും ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അതാണ്. അപ്പൊ പ്രേമത്തിലാണ് നമ്മൾ പറയില്ലോ, സ്നേഹത്തോടു കൂടെ ഒരു ഗ്ലാസ് വെള്ളം തരണാണ് വളരെ ദേഷ്യത്തോടു കൂടെ പാൽപ്പായസം തരണേക്കാളും ഭേദം എന്ന് പറയില്ലേ. അതുകൊണ്ട് ഇവിടെ ആ മാല ഒരു വെള്ളം നനഞ്ഞ് ആകെ ചണ്ടിയെ പോയിട്ട് തീർന്നിരിക്കുന്ന മാലയാണ്. എങ്കിലും സാ ന വിജഹവും, അവളത് ഉപേക്ഷിക്കുന്നില്ല അപ്സരസ്. കാരണം എന്താണ്? പ്രേമത്തിലാണ്. പ്രേംണി ഗുണാഹ പ്രേംണിഹി വസന്തി ന വസ്തുനി. അതായത് വസ്തുവിന്റെ വലുപ്പത്തിനോ അതിന്റെ വിലയ്ക്കോ അതിന്റെ ഗാംഭീര്യത്തിനോ ഒന്നല്ല, അതെങ്ങനെ തരുന്നു, സ്നേഹത്തോടു കൂടെ തരുന്നു, പ്രണയത്തോടു കൂടെ തരുന്നു, അല്ലെ, ശൃംഗാരത്തോടു കൂടെ തരുന്നു. ഇങ്ങനെ തരുന്ന ഒന്നിനാണ് അവിടെ വില എന്നുള്ള വലിയ തത്വം കവി ആ ശ്ലോകത്തിലൂടെ നമ്മെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ഞാൻ 50ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുറെ 1.5 മണിക്കൂറൊക്കെ ആയ വിദ്യാർത്ഥികൾക്ക് ഇരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് പെട്ടെന്ന് പോവാണ്. 50ാമത്തെ ശ്ലോകത്തിലെ ഉദസ്യ ധൈര്യം ദൈതേന സാദരം പ്രസാദിതായ കരവാരി വാരിതം മുഖം നിമീലം നയനം നദഭ്രുവ ശ്രിയം സപത്നി വദനാദിവാദത്തെ. അതായത് ഇവരിങ്ങനെ വെള്ളം തട്ടി കളിക്കുകയാണ്. വെള്ളത്തിലാണല്ലോ ഇവർ മുഴുവൻ, ജലക്രീഡയാണല്ലോ, വെള്ളം തട്ടി കളിക്കുന്നുണ്ട്. അപ്പോ സപത്നി വദനാത് ശ്രിയം ആദതേ ഇവ എന്നാണ് പറയുന്നത്. കാരണം പ്രിയൻ വേണ്ടുവണ്ണം സന്തോഷിപ്പിക്കുന്നുണ്ട് സുന്ദരിയെ വെള്ളം തട്ടി കളിച്ചുകൊണ്ട്. അപ്പൊ ഈ കൈകൊണ്ട് സുന്ദരി അപ്സരസ് ഈ വെള്ളത്തെ പതുക്കൊന്ന് ഇങ്ങനെ തടയുന്നുണ്ട്. കരവാരി വാരിതം എന്നാണ് പറയുന്നത്. കരവാരി വാരിതം നിമീല നയനം മുഖം. പെട്ടെന്ന് ഇങ്ങനെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ട്. ആ കണ്ണുകൾ അടഞ്ഞ സുന്ദരിയുടെ മുഖം കണ്ടാൽ ഏതുപോലെയാണെന്നാണ് കവി പറയുന്നത്. സപത്നി വദനാത് ശ്രേയം ആദദേവ. സപത്നിയുടെ മുഖത്ത് നിന്നുള്ള ഐശ്വര്യം കൂടെ ഇവളുടെ മുഖത്തേക്ക് വന്നതുപോലെ തോന്നുന്നു. അതായത് സപത്നിയുടെ മുഖത്തിന്റെ ശ്രീ പോയി. കാരണം ഇവര് തമ്മിൽ ഇങ്ങനെ കളിക്കല്ലേ, ഇവര് തമ്മിൽ ഇങ്ങനെ അപ്സരസും ഗന്ധർവനായിട്ട് കളിക്കുമ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ തന്നെ സപത്നിമാരുണ്ടാവല്ലോ, അവർക്ക് കാണുമ്പോൾ മനസ്സിൽ മുഴുവൻ അസൂയ, ഇവളായിട്ടാണല്ലോ കളിക്കുന്നത്, വെള്ളം തട്ടി കളിക്കുക. അപ്പൊ അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു ഈർഷ്യയുണ്ടല്ലോ. കാളിദാസനൊക്കെ ഇതുപോലെയുള്ള വർണ്ണനകൾ വളരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ സപത്നിയുടെ മുഖത്തിന്റെ ഐശ്വര്യം കൂടെ ആ സ്ത്രീ കൂടെ ഇവളുടെ മുഖത്ത് വന്നതുപോലെ തോന്നുന്നു എന്നർത്ഥം. അതാണ് സപത്നി വദനാത് ശ്രിയം ആദതേ ഇവ. ഇവരിങ്ങനെ വെള്ളം തട്ടി കളിക്കുകയാണ്. അപ്പൊ ആ ഉത്ത വെള്ളം തടഞ്ഞ് കഞ്ചിമ്മിയ മുഖം സപത്നിയുടെ മുഖശ്രീ എടുത്തതുപോലെ. അതാണ് സപത്നി വദനാത്. അവസാനത്തെ വരിയിൽ നോക്കാം. ശ്രിയം സപത്നി വദനാതി വദനാത് ഇവ ആദതേ ഇത് പദച്ഛേദ. സപത്നി വദനാത് ശ്രിയം ആദതേ ഇവ. തന്റെ സപത്നിയുടെ മുഖത്ത് നിന്ന് ഐശ്വര്യം എടുത്തതുപോലെയാണ് ഇവളെ കണ്ടാ തോന്നാ. അവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? സപത്നിയുടെ മുഖം ആയിട്ടുണ്ടാവും എന്ന് സാരം. 53ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നിമീലിതാ കേകര ലോല അവിടെ ആകേകര
ലോച ചക്ഷുഷാം എന്നാണ് അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പ്രിയോപകണ്ഠം കൃതഗാത്രവേ പധു നിമജ്ജദീനാം ശ്വസിതോധതസ്തന ശ്രമോനു താസാം മദനോനു പപ്രഥേ. കവി പറയാണ്, ഈ ശ്രമോനു മദനോനു, പ്രിയനോടൊപ്പം ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി നിവരാണ് ഇവർ രണ്ടുപേരും, പ്രിയനും പ്രിയയും. അപ്സരസും ഗന്ധർവനും ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി നിവരാണ്. ഇങ്ങനെ മുങ്ങി നിവരുമ്പോൾ പ്രിയൻ അടുത്ത് നിൽക്കുമ്പോഴും വെള്ളത്തിൽ മുങ്ങുമ്പോഴും ഉണ്ടാവുന്ന ചേഷ്ടകളാണ് ഏത്? കണ്ണടയ, ഉടല് വിറയ്ക്ക, അണപ്പുണ്ടാവുക, കിതപ്പുണ്ടാവുക, ഇതൊക്കെ ഉണ്ടാവും. വെള്ളത്തില് മുങ്ങി നിവരുമ്പോഴും ഇതൊക്കെ ഉണ്ടാവും. ഇനി തൻ്റെ എല്ലാമായ പ്രിയൻ, തൻ്റെ കാമുകൻ അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും ഒരു പെൺകുട്ടിക്ക് ഇതൊക്കെ ഉണ്ടാവാം. അപ്പൊ ഇവിടെ കവി ചോദിക്കുകയാണ്, ഇത് ശ്രമോന്നു മദനോന്നു. മനോഹരാണ്. അതായത് ഇത് തളർച്ചയാണോ അതോ കാമത്തെയാണോ സൂചിപ്പിക്കുന്നത്? പ്രിയരുടെ അടുത്ത് മുങ്ങുന്ന ചിമ്മിയ ആകേകരം എന്നൊരു പദം കൂടി ഉണ്ട് കേട്ടോ. ഈ ആകേകരം നാട്യശാസ്ത്രത്തിൽ നിർദ്ദേശിക്കുന്ന ഒരു നേത്രാഭിനയ രീതിയാണ്. ഈ ആകേകരമായി ഇളകുന്ന കണ്ണുകളുള്ള അവരുടെ മേനിയുടെ വിറയും ശ്വാസത്തിൽ പൊങ്ങിയ സ്തനങ്ങളും അതൊക്കെ കാണുന്നത് തളർച്ച കൊണ്ടാണോ അതോ തൻ്റെ എല്ലാമായ ഒരുത്തൻ തൻ്റെ മുൻപിൽ നിൽക്കുമ്പോഴുണ്ടാകുന്ന ആ കാമം കൊണ്ടാണോ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ്. അതാണ് പപ്രഥേ, അങ്ങനെയാണ് കാണപ്പെട്ടത്. പ്രാദുർബഭുവ, എന്ത്? ശ്രമോന്നു മദനോന്നു. അത് കാമത്താൽ ഉണ്ടാകുന്നതാണോ അതോ ഈ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി നിവരുമ്പോൾ ക്ഷീണം കൊണ്ടുണ്ടാ തളർച്ച മൂലം ഉണ്ടാകുന്നതാണോ? പ്രസിദ്ധമായത് ഏതാണ് എന്നുള്ള, അത് എന്താണ്, ഏതാണ് ഇതിൽ കൂടുതൽ കേമമായിട്ടുള്ളത് എന്ന് കവി തന്നെ സംശയം പ്രകടിപ്പിക്കുകയാണ് 53-ാമത്തെ ശ്ലോകത്തില്. അവസാനത്തെ ശ്ലോകം മനോഹരമായിട്ടുള്ളൊരു വർണ്ണനയോട് കൂടിയിട്ടാണ് കവി അവസാനിപ്പിക്കുന്നത്. സംക്രാന്ത ചന്ദന രസാഹിത വർണ്ണഭേദം വിച്ഛിന്ന ഭൂഷണമണി പ്രകരാംശു ചിത്രം ബദ്ധോർമി നാഗവനിതാ പരിഭുക്തമുക്തം സിന്ധോർബഭാര സലിലം ശയനീയ ലക്ഷ്മി. അതായത് ഇവരുടെ ജലക്രീഡൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ആ ജലാശയത്തെ കവി വർണ്ണിക്കുകയാണ്. എങ്ങനെയാണ്? സിന്ധോഹ സലിലം ശയനീയ ലക്ഷ്മിയും ബഭാര. അവര് തിമിർത്താടിയ ജലാശയം ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു മെത്തയുടെ ശോഭ പൂണ്ടിരിക്കുന്നു. ഒരു മെത്തയുടെ ശോഭ പൂണ്ടിരിക്കുകയാണ്. അതിന് കാരണം പറയുന്നുണ്ട്. കാരണം എന്താണ്? സംക്രാന്ത ചന്ദന രസാഹിത വർണ്ണഭേദം. അവര് തിമിർത്താടിയപ്പോൾ ഈ ചന്ദനച്ചാറൊക്കെ വെള്ളവുമായി കലർന്നു, അങ്ങനെ നിറം മാറി. മാത്രല്ല വിച്ഛിന്ന ഭൂഷണം, അവരുടെ ആഭരണങ്ങളൊക്കെ ചിലപ്പോൾ പൊട്ടിയിട്ടുണ്ടാവും, വള പൊട്ടിയിട്ടുണ്ടാവും, രത്നക്കല്ലുകൾ അടർന്നു വീണിട്ടുണ്ടാവും. അങ്ങനെ ഭൂഷണങ്ങളിലെ രത്നങ്ങളൊക്കെ അവിടെ വീണ് പല വർണ്ണങ്ങളാൽ വിചിത്രമായ ജലാശയാണിപ്പോൾ. അങ്ങനെയുള്ള ഓളങ്ങൾ വിച്ഛിന്ന ഭൂഷണമണി പ്രകരാംശു ചിത്രം. എന്താ പറയുന്നത്? ബദ്ധോർമി നാഗവനിത പരിഭുക്തമുക്തം. കണ്ട, പരിഭുക്തമുക്തം, പൂർവം പരിഭുക്തം പശ്ചാത് മുക്തം. ആദ്യം ഉപയോഗിച്ചതും ഉപഭോഗം ചെയ്തതും പിന്നീട് ഉപേക്ഷിച്ചതുമായ, പിന്നീട് വിട്ടുകളഞ്ഞതുമായ ആ ജലാശയം ഏതുപോലെ? സിന്ധോഹ സലിലം ശയനീയ ലക്ഷ്മിയും ബഭാര. അപ്സരസുകൾ തിമിർത്താടി ബാക്കിയായ ആ പുഴവെള്ളം മെത്തയുടെ ശോഭ പൂണ്ടു. ചുരുക്കി പറഞ്ഞാൽ രതിക്രീഡയ്ക്ക് ശേഷമുള്ള ഒരു മെത്തയുടെ വിരി പോലെ ആയി തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നു ഇൻഡയറക്റ്റ് ആയിട്ട് കവി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞുള്ള ജലാശയം കണ്ടു കഴിഞ്ഞാൽ രതിക്രീഡയ്ക്ക് ശേഷം ആ മെത്തയുടെ വിരിപ്പ് എപ്രകാരമാണോ ആ അവസ്ഥയിലേക്ക് സിന്ധോഹ സലിലം ശയനീയ ലക്ഷ്മിയും ബഭാര, അതിനുശേഷമുള്ള ഒരു മെത്തയുടെ വിരി പോലെ ആയിത്തീർന്നു എന്ന് സാരം. കാവ്യവാങ്മയത്തിലെ ഛത്രഭാരവി, നമ്മളൊക്കെ ദീപശിഖ കാളിദാസൻ എന്ന് പറയുന്നത് പോലെ ഛത്രഭാരവി എന്ന ആ കൽപ്പന സംസ്കൃത കാവ്യവാങ്മയത്തിലെ തീർച്ചയായിട്ടും വെൺകൊറ്റക്കുട ചൂടി നിൽക്കുന്ന കാവ്യവും ഇത് തന്നെയാണ്. അതുപോലെ തന്നെ കവിയും ഭാരവി തന്നെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു ശ്ലോകം കൂടെ, അതായത് ശ്രീ ഒറവങ്കര നാരായണ നമ്പൂതിരി അദ്ദേഹം
ഓരോ സർഗത്തെയും ഒറ്റ ശ്ലോകത്തില് സംക്ഷിപ്താക്കിയിട്ട് വർണ്ണിച്ചിട്ടുള്ളതായിട്ട് കണ്ടു. അത് ഇപ്രകാരമാണ്. 8ാം സർഗത്തെ അദ്ദേഹം ഒറ്റ ശ്ലോകത്തിലേക്ക് സംഗ്രഹിച്ചിരിക്കുകയാണ്. വാരോലും തങ്ങൾ തൻ താവളമതി കുതുകാൽ വിട്ടു ഗന്ധർവ പറഞ്ഞല്ലോ. ആദ്യം അവരുടെ ഗന്ധർവ നഗരം ഉപേക്ഷിച്ചു പോന്നു എന്ന് പറഞ്ഞില്ലേ. വാരോലും തങ്ങൾ തൻ താവളമതി കുതുകാൽ വിട്ടു ഗന്ധർവ വര്യന്മാരോടൊത്താവനത്തിൽ കുസുമനിരയറുത്തു കളിച്ചും ചിരിച്ചും നീരോളം തല്ലി മിന്നുന്നൊരു സുരനദിയിൽ ചാടി നീന്തിക്കളിച്ചും മാരോല്ലാസം വളർത്തും വനിതകളമിതാമോദമോടുല്ലസിച്ചു എന്നൊറ്റ ശ്ലോകത്തിലേക്ക് ശ്രീ ഒറവങ്കര നാരായണ നമ്പൂതിരി അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ആമുഖത്തില് അദ്ദേഹം ഈ 8ാം സർഗത്തെ ഒന്ന് സംക്ഷിപ്തമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും സ്ത്രീ സൗന്ദര്യത്തെ മനോഹരമായിട്ട് വർണ്ണിക്കുവാനായിട്ട് ഭാരവി ഈ സർഗം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്സരസുകളുടെയും ഗന്ധർവന്മാരുടെയും ശരിക്കും സലില ക്രീഡാ വർണ്ണനം എപ്രകാരമാണോ കാവ്യലക്ഷണത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് ഏറ്റവും മനോഹരമായിട്ട് തന്നെ 57ഓളം ശ്ലോകങ്ങളുള്ള ഈ സർഗത്തിലെ അടുത്ത സർഗം അപ്സരസുകളുടെയും ഗന്ധർവന്മാരുടെയും കാമകേളികളാണ്. 9ാമത്തെ സർഗം അതിലേക്കാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ അവരുടെ സൗന്ദര്യത്തെ പ്രകൃതിയുമായിട്ട് വർണ്ണിക്കുവാനും ആ സ്ത്രീകളുടെ സൗന്ദര്യം എത്രമാത്രം ആസ്വദിച്ചുകൊണ്ട് കവി അവിടെ സഹൃദയരിലേക്ക് പകർന്നു തന്നിരിക്കുന്നു. പ്രകൃതിയുമായി എങ്ങനെ ഇണങ്ങിച്ചേരുന്നു സ്ത്രീയും പ്രകൃതിയും ഒന്നായിട്ട് തീരുന്ന കാഴ്ചകൾ. അതേസമയം തന്നെ വിമർശനാത്മകമായിട്ട് ആൺനോട്ടത്തിലൂടെയാണോ ഇത് കവി ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ള വിമർശനാത്മകമായ ചിന്തകൾ, അതിനൊക്കെ സാധ്യതയുള്ള ഒരു സർഗമാണ് ഈ സർഗം. ഭാരവിയുടെ 8ാം സർഗം എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാനൊന്ന് എന്താ പറയാ സ്ഥാലീപുലാക ന്യായം ഉപയോഗിച്ച് ഏതാനും ചില ശ്ലോകങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ഒന്ന് പറയുവാനായിട്ട് ശ്രമിച്ചിരിക്കുകയാണ്. തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ശരികളുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ്. തെറ്റുകളെല്ലാം എൻ്റേത് മാത്രമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെയധികം സന്തോഷം ഡോക്ടർ ജസ്റ്റിൻ ജോർജ്. ഇത് വളരെ പുതുമയുള്ള ഒന്നായിരുന്നു. കാരണം ഇതുവരെ ഇതിനു മുമ്പ് കഴിഞ്ഞ 7 സർഗങ്ങളിലും അവതരിപ്പിച്ചത് സാധാരണയായിട്ട് എഴുതി വായിക്കുകയോ അല്ലെങ്കിൽ മറ്റ് ശ്ലോകങ്ങൾ ചൊല്ലി വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ജസ്റ്റിൻ ജോർജ് ഇവിടെ ശ്ലോകങ്ങൾ ചൊല്ലി വ്യാഖ്യാനിക്കുന്നതോടൊപ്പം അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഇവിടെ നടത്തി, സ്ക്രീൻ ഷെയറിംഗ് നടത്തി, ശ്ലോകങ്ങളെല്ലാം വളരെ ഭംഗിയായി ടൈപ്പ് ചെയ്ത് പ്രസന്റ് ചെയ്തു. നല്ലൊരു വ്യാഖ്യാനമായിരുന്നു. അപ്പോ ഒരുവിധം ഈ സർഗത്തിലെ ഒട്ടുമിക്ക ശ്ലോകങ്ങളും ഇവിടെ മനോഹരമായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷം. ഇനി ഉടനെ തന്നെ ഇതിന്റെ ചർച്ചാ പൂരണത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഡോക്ടർ മഹേഷ് ബാബുവിനെ സാദരം ക്ഷണിക്കുന്നു. നമസ്കാരം. കേൾക്കുന്നുണ്ടോ മാഷേ? ഇപ്പൊ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാൻ ആ ഡിവൈസ് ഒന്ന് ചേഞ്ച് ചെയ്തോണ്ട് വളരെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരുടെ മുമ്പിലാണ് ഇരിക്കുന്നത്. മാധവ മാഷുണ്ട്, മുരളി മാഷുണ്ട്, രാധ ടീച്ചറിനെ കണ്ടു, ഉണ്ണികൃഷ്ണൻ മാഷുണ്ട്, കൂടാതെ ജ്യേഷ്ഠഭാവത്തിൽ ഗുരുവായി തുടരുന്ന നാരായണ മാഷുണ്ട്. പിന്നെ വളരെ മനോഹരമായിട്ട് കിരാതാർജുനീയത്തിൻ്റെ 8ാം സർഗം അവതരിപ്പിച്ച, ഒരുമിച്ച് പഠിച്ചു പോന്ന ഡോക്ടർ ജസ്റ്റിൻ, കൂടാതെ സംസ്കൃതത്തിൻ്റെ ആ ഒരു സൗരഭ്യത്താൽ കേന്ദ്രീകൃതമായിരിക്കുന്ന സൗഹൃദത്തിലുള്ള എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രാചീന കാലത്ത്
എന്ന് നമുക്കിപ്പോൾ പറയാവുന്ന രീതിയിൽ വളരെ കാലം മുമ്പ് എഴുതപ്പെട്ട ഒരു കൃതിയെ ജെൻസി അല്ലെ ജനറേഷൻ സി എന്ന് കഴിഞ്ഞ് ആൽഫ ജനറേഷനിൽ എത്തി നിൽക്കുന്ന തലമുറയുടെ ഒരു കാലത്ത് നമ്മൾ പുനർവായന നടത്തുകയാണല്ലോ. കൃതികളെല്ലാം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് വായിച്ചും കണ്ടും കേട്ടും പോകാൻ സാധിക്കുമ്പോൾ കലാതീതമായി വളർന്നു നിൽക്കുന്ന കാഴ്ച വിശിഷ്യ സംസ്കൃത കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാനൊരു ചർച്ചാപൂരണമായതുകൊണ്ടും ശ്ലോകങ്ങളിലൂടെയുള്ള അർത്ഥത്തെ വളരെ വിശദമായിട്ട് ജസ്റ്റിൻ മാഷ് പറഞ്ഞിട്ടുള്ളത് കൊണ്ടും മറ്റൊരു വായനയിലേക്ക് മറ്റൊരു രീതിയിൽ ഒരു വായന നടത്തിയാൽ സാധ്യമാണോ, അങ്ങനെ ഒരു വായന സാധ്യമാണോ എന്ന ഒരു ചിന്ത ഈ ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കുവാനാണ് ശ്രമിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇത്രയും മഹാഭാരതത്തില് ഇത്രയധികം കഥാഘടനകൾ നിലനിൽക്കെ കിരാതാർജുനീയം എന്ന ഒരു ടോപ്പിക്ക് ഭാരവി തിരഞ്ഞെടുത്തത്? എന്താണ് ആ കഥയ്ക്കുള്ള പ്രത്യേകത എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അറിവ് നേടുക എന്നുള്ളതാണ് ലോകത്തിന്റെ സ്വഭാവം. ജീവിത വിജയം എപ്പോഴും നമ്മൾ നേടുന്ന അറിവുകളെ, നമ്മൾ നമ്മുടേതാക്കി മാറ്റുന്ന അറിവുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അങ്ങനെ വലിയ ഒരു അറിവ് നേടാൻ, വലിയ ഒരു അധോഗതിയിൽ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ആ സമൂഹത്തെ ഉദ്ധരിക്കാൻ, ഒരു അറിവ് നേടാൻ ഒരാളെ നിയോഗിക്കുകയാണ്. അതാണ് സാക്ഷാൽ അർജുനൻ. അർജുനൻ നിയോഗിക്കപ്പെടുകയാണ്. തിരിച്ച് ധർമ്മത്തിന് വേണ്ടി രാജ്യത്തെ സംരക്ഷിക്കുവാൻ, അതിനു വേണ്ടിയിട്ടുള്ള അറിവുകളെ, അത് ആയുധങ്ങളുടെ ആവാം, ലൈഫ് സ്കില്ലുകളുടെ ആവാം, സോഫ്റ്റ് സ്കില്ലുകളാവാം, ഇങ്ങനെയുള്ള അറിവ് നേടാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് അർജുനൻ. അപ്പൊ അങ്ങനെ വലിയ ഒരു ഗോൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയിലൂടെയാണ് നാം കിരാതാർജുനീയത്തിന്റെ ഒപ്പം മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നമുക്കറിയാം, അങ്ങനെ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആർജിക്കേണ്ടതുപോലെ എല്ലാ പഠനങ്ങളും, എല്ലാ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ഈ ലൈഫ് സ്കില്ലുകൾ നേടി ജീവിതം വിജയിപ്പിക്കുവാനാണ്. അപ്പൊ ആ ലൈഫ് സ്കില്ലുകളിലേക്ക് എങ്ങനെ അർജുനൻ കടന്നു പോകുന്നു എന്ന് വളരെ സൂക്ഷ്മമായിട്ട് നമുക്ക് കാണാൻ ഈ കാവ്യം അവസരം ഒരുക്കുന്നില്ലേ? തൻ്റെ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പ്രിയപ്പെട്ടവരായ, അല്ലെങ്കിൽ തന്നോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാവരും കൂടി നിർദ്ദേശിക്കുമ്പോൾ അത് ഏറ്റെടുക്കാൻ, അതിനനുകൂലമായിട്ട് നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ, അതിനെ തുടർന്ന് തൻ്റെ സാധ്യതകളെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ, അതിനെ കണ്ടെത്താൻ, അതിനെ മാക്സിമം സാധ്യതകളെ ഉപയോഗപ്പെടുത്തുവാൻ, അതിനു വേണ്ടിയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന്റെ സ്കില്ല്, ഡിസിഷൻ എടുക്കുവാൻ, ഡിസിഷൻ എടുത്താൽ മാത്രം പോരാ, എത്ര ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായാലും അതിൻ്റെ മീതെ കൂടി അതിൽ ഉറച്ചു നിൽക്കുവാൻ, ഇതിനൊക്കെ ഒരു വ്യക്തിക്ക് സാധ്യമാകുമ്പോഴേ കിരാതാർജുനീയത്തിന്റെ അവസാനത്തിലെത്തുന്ന പശുപതാസ്ത്രം എന്ന അന്ന് ലോകത്തെ ഏറ്റവും വലിയ ഒരു ടെക്നോളജിയിലേക്ക് അർജുനൻ നടന്നെടുക്കുന്നുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ആ ഒരു വ്യക്തി എടുക്കുന്ന നിശ്ചയങ്ങളെ, തപസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ നമുക്കറിയാം. മറ്റെല്ലാത്തിനെയും മനസ്സിൽ നിന്ന് വിട്ടുകളഞ്ഞിട്ട് വളരെ ഏകാഗ്രതയോടെ ആ ഒരു അറിവിലേക്ക് സൂക്ഷ്മമായി ചേർന്ന് നിൽക്കുമ്പോൾ, മറ്റൊന്നും ബാധിക്കാതെ പഞ്ചേന്ദ്രിയങ്ങളും ആ ഒരൊറ്റ കാര്യത്തിലേക്ക്
ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അവസ്ഥയിലാണ് തപസ് സാധ്യമാകും. അപ്പൊ അങ്ങനെ ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള സഞ്ചാരത്തെ വളരെ കൃത്യമായി എടുത്തു കാണിക്കുകയാണ്. എന്നാൽ അത് മാത്രമായിരുന്നോ കവി ഉദ്ദേശിച്ചത്? അങ്ങനെ ഒരു അറിവ് ലോകത്ത് നമ്മൾ ഏറ്റവും കണ്ട ഒരു വലിയ ട്രാജഡിയിൽ ഒന്നാണ് ആറ്റം ബോംബ്, അല്ലെ? ഒരു വലിയ അറിവ് നേടിയ ഒരു വ്യക്തി അതിനെ എത്ര ഹീനമായി ഉപയോഗിക്കുവാൻ നിയോഗിക്കപ്പെട്ടു, ആ അറിവ് എത്ര ഹീനമായി ഉപയോഗിക്കപ്പെട്ടു എന്ന് നമ്മൾ ചരിത്രത്തിൽ കണ്ടും കൊണ്ടുമറിഞ്ഞവരാണ്. അപ്പൊ തീർച്ചയായിട്ടും പാശുപതാസ്ത്രം പോലെ അന്നത്തെ ഏറ്റവും വലിയ ഒരറിവ് നൽകുമ്പോൾ ആ വ്യക്തിയിൽ ഈഗോ ഇല്ല എന്ന് ഉറപ്പുവരുത്തുവാൻ എടുക്കുന്ന ഒരു എഫർട്ടും കൂടി നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട്. ഈഗോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദുഷ്ടലാക്കോടെ പ്രയോഗിക്കാം, മാനവികതയ്ക്ക് മുകളിൽ പ്രയോഗിക്കപ്പെടാം. പക്ഷേ ഈഗോ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും മനുഷ്യരാശിക്ക് മാത്രമല്ല പ്രപഞ്ചത്തിന് പോലും അഭിവൃദ്ധി ഉണ്ടാക്കുന്ന ഒരു ടെക്നോളജി അറിവായി തന്നെ നിലനിൽക്കാം എന്നുള്ള കാര്യം സാക്ഷാൽ മഹാദേവനിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. മാത്രമല്ല അവിടെ നാം ചിന്തിക്കേണ്ടത്, ഇത്രയും വലിയ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു വ്യക്തി ഡിസ്ട്രാക്ഷൻസിന് ഇപ്പൊ ഈ ഒരു 8ാമത്തെ സർഗത്തിൽ നമ്മൾ കാണുന്നത് വളരെ സൂക്ഷ്മമായിട്ടുണ്ടാകാവുന്ന ഡിസ്ട്രാക്ഷൻ, അല്ലെ? ഏതൊരു വ്യക്തിയും, ലോകത്തെ ഏതൊരു മനുഷ്യനും ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവന്റെ മുമ്പിലേക്ക് ഉണ്ടാവുന്ന, അത് ആൺവായനയുടെ പക്ഷത്ത് നിന്ന് നോക്കിയാലും പെൺവായനയുടെ പക്ഷത്ത് നിന്ന് നോക്കിയാലും, രണ്ട് പക്ഷത്ത് നിന്ന് നോക്കിയാലും അവിടെ ഉണ്ടാകാവുന്ന ഡിസ്ട്രാക്ഷൻസിനെ വളരെ സൂക്ഷ്മമായി വരച്ചു ചേർത്തിട്ടുണ്ട്, അല്ലെ? അതിനാ 1-2 സന്ദർഭങ്ങളിൽ വളരെ കൃത്യമായിട്ട് ആ രാഗഭാരവശ്യമൊക്കെ എടുത്ത്, അല്ലെ, വിവേദ പുഷ്പേഷു ന പാണി പല്ലവം, ആ ഒരു തളിരിലയിൽ കൈവച്ച അത്രയും ചെറിയ ഒരു കാര്യം ചെയ്തത് പോലും എന്തിനാണെന്ന് വിവേചിച്ചറിയാൻ പറ്റാതെ കുഴങ്ങിപ്പോവാണ് രാഗഭാരവശ്യത്തിൽ. അപ്പോൾ വലിയ വലിയ കാര്യങ്ങളുടെ എന്താണ് ആലോചിച്ചതെന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത അത്രമാത്രം ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മളിൽ നിന്നും ചോർന്നു പോകുന്ന ഒരവസ്ഥയായി അത് പരിണമിക്കുന്നു. മനുഷ്യഭാവത്തെ വളരെ സൂക്ഷ്മമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഈ സന്ദർഭങ്ങളെ, ഇങ്ങനെയുള്ള ഭാവങ്ങളെ അതിജീവിക്കാതെ ഏതൊരു വ്യക്തിക്കും ജീവിത വിജയത്തിലേക്ക് കടന്നു പോകാൻ സാധിക്കില്ല. അങ്ങനെ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാവുന്ന അത് ആ ഒരു കാലഘട്ടത്തിൽ വരച്ചു ചേർത്തുകൊണ്ട് അന്നുള്ള എക്സാമ്പിളുകളിലൂടെയാണ് എന്ന് തന്നെ നമുക്ക് കാണാം. ആ ഡിസ്ട്രാക്ഷൻസ് അതിന്റെ എത്ര ശക്തമായിട്ടാണ് അത് ചുറ്റും നിലയുറപ്പിച്ചിട്ടുള്ളത്, അല്ലെ? സ്വർലോകത്തെ കവച്ചു വയ്ക്കുന്ന സൗന്ദര്യമുള്ള ഒരു കാനനത്തിലാണ് തപസ്സിന് കടന്നു ചെല്ലുന്നത്. സ്വാഭാവികമായിട്ടും മനസ്സിൽ ആർദ്രമായ വികാരങ്ങളും ആർദ്ര ചിന്തകളും കഠിനമായ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനുള്ള സാധ്യതകളും ഉള്ള ഒരിടമായി ആ വനത്തെ തന്നെ ചിത്രീകരിക്കുന്നു. അതിനുശേഷം അങ്ങോട്ട് എത്തിച്ചേരുന്നവരെ അവരുടെ വർണ്ണനകളിലൂടെ കടന്നു പോകുമ്പോൾ ആ ഡിസ്ട്രാക്ഷൻസ് എത്ര തീവ്രമായി, അർജുനൻ എത്ര ശക്തമായി അതിജീവിച്ചിട്ടാണ് തൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകുന്നത് എന്ന് മനസ്സുകൊണ്ട് തിരിച്ചറിയുവാൻ, അത്ര ആഴത്തിൽ തിരിച്ചറിയുവാനുള്ള ഒരു അവസരമായിട്ട് ആ ഒരു രീതിയിൽ ഇതിനെ വായിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും. ആ ഒരു വായന ഇന്നത്തെ കാലഘട്ടത്തിൽ, അല്ലെ, നൂറുകണക്കിന് ഡിസ്ട്രാക്ഷനെ കവർ ചെയ്ത് ജീവിതത്തെ വിജയിപ്പിക്കുവാൻ പെടാപ്പാടുപെടുന്ന ഈ ലോകത്ത് ഇന്നത്തെ ഈ അറിവ് നേടുന്ന ആരാണെങ്കിലും, അത് ഏത് പ്രായത്തിലുള്ള, പ്രത്യേകിച്ച് ടീനേജിൽ യുവജനങ്ങളായിട്ട് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും വളരെ അനിവാര്യമായ ഒരു അറിവിനെ തന്നെയാണ് ഭാരവി ഇതിൽ അർത്ഥഗൗരവം വളരെ അധികമുണ്ട് എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് ഭാരവി ഈ കാവ്യത്തെ വരച്ചു വച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കടന്നു പോകുന്ന ഒരു വ്യക്തി എത്ര ഒരു ഈഗോ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ലക്ഷ്യം വളരെ ഉറച്ചതാവുകയും തൻ്റെ മുന്നോട്ട് വരുന്ന ഡിസ്ട്രാക്ഷൻസിനെ കവർ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈഗോ കൂടുകയാണ്, ഞാനെന്ന് ഊറ്റം കൂടുകയാണ് ചെയ്യുക.
സ്വാഭാവികമായിട്ടും അർജുനൻ എത്തിച്ചേർന്നത് ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോയപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സന്ദർഭങ്ങളിലൂടെ ഈഗോ ഉള്ള ഒരു വ്യക്തിയായി അർജുനൻ പോലും പരിണമിച്ചതായി നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ്. അപ്പൊ അങ്ങനെ പരിണമിച്ച അർജുനനെയാണ് ഗുരു എന്ന് പറയുന്ന കൺസെപ്റ്റ്, നമുക്ക് ഉപദേശങ്ങൾ, നമ്മളെ ഡയറക്റ്റ് ചെയ്യാൻ വരുന്ന എല്ലാ കാര്യങ്ങളും, നമ്മളെ ഡയറക്റ്റ് ചെയ്യാൻ വരുന്ന എല്ലാത്തിനെയും ഗുരുവായി സ്വീകരിക്കാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അർജുനൻ അതെല്ലാം ഏറ്റെടുക്കുകയാണ്. ആ പറയുന്ന ഓരോരുത്തരും അർജുനന്റെ വഴിയിലേക്ക് സഹായഹസ്തമായി വരുന്ന ആരെയും ഗുരു ലഘു ഭേദമൊന്നുമില്ലാതെ ഏറ്റെടുക്കുകയാണ്, ഗുരുവായി സ്വീകരിക്കുകയാണ്. അങ്ങനെ കടന്നു പോകുന്ന അർജുനൻ ആ ഒരു ഈഗോയിൽ എത്തിച്ചേർന്നു എന്നും, സ്വാഭാവികമായിട്ടും നമ്മൾ സൂക്ഷ്മമായിട്ട് നമ്മുടെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോഴും വലിയ ലക്ഷ്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോഴും ഇത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈഗോ നമ്മളിൽ ഉണർന്നേക്കാം. ആ ഈഗോ ഉണരുമ്പോൾ മഹാദേവന്റെ രൂപത്തിൽ അല്ലെങ്കിൽ കിരാതമൂർത്തിയുടെ രൂപത്തിൽ, പല രൂപത്തിൽ, ചിലപ്പോൾ അത് കിരാതമൂർത്തി എന്ന് അവിടെ കാണിച്ചത് തന്നെ എപ്പോഴും നമുക്ക് പോസിറ്റീവ് സ്ട്രോക്ക് തന്നു നമ്മളെ തലോടി ഉഴിഞ്ഞ് നീ നന്നാവ് എന്ന് പറയുന്ന രീതിയിലായിരിക്കില്ല നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നെഗറ്റീവ് സ്ട്രോക്കിലായിരിക്കും നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഉണരുക. അങ്ങനെ കിരാതമൂർത്തിയുടെ രൂപത്തിൽ വന്നുകൊണ്ട് നല്ലൊരു സ്ട്രോക്ക് കൊടുക്കുകയാണ് അർജുനന്. അവന്റെ അഹങ്കാരത്തിലേക്ക് ആണ് കിരാതമൂർത്തിയുടെ അമ്പ് വന്നുകൊള്ളുന്നത്. എന്തൊക്കെ തന്റെ എല്ലാ കഴിവും പരിശ്രമിച്ച് നോക്കിയിട്ടും ആ അമ്പ് കൊണ്ട് അതിനെ കവർ ചെയ്യാൻ അർജുൻ പെടഞ്ഞു നോക്കുന്നുണ്ട്. എന്താണ്, ഈഗോ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആ പെടഞ്ഞു നോക്കുന്ന അർജുനനിൽ കൃത്യമായിട്ട് ഈഗോ ശമിച്ചു എന്നുറപ്പ് വന്നപ്പോൾ, അല്ലെ, തന്റെ കൽക്കലേക്ക് വീഴുന്ന അവസ്ഥയിലെത്തിയപ്പോൾ, ഈഗോ ശമിച്ചാലേ ഒരാൾക്ക് ആ തലകുനിച്ച് അവിടെ എത്താൻ സാധിക്കും എന്നുറപ്പ് വരുത്തിയിട്ടാണ് അന്ന് ലോകത്തെ ഏറ്റവും വലിയ ടെക്നോളജി കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതും പ്രപഞ്ചത്തിന് നന്മയുണ്ടാകണമെന്ന് കൃത്യമായി ഉദ്ദേശിച്ചിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതിൽ നിന്നും ആ ഈഗോ വിട്ടുകഴിഞ്ഞപ്പോൾ നമ്മളിൽ എങ്ങനെ അറിവായി പരിണമിക്കുന്നു, അറിവുണ്ടായി വരിക അങ്ങനെയാണ്, അല്ലെ. ഞാൻ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പുറത്തുനിന്ന് കേൾക്കുന്നതൊന്നും നമ്മുടെ കാതിൽ വരെ തട്ടും. പക്ഷെ ആ ഇന്ദ്രിയത്തിന്റെ ഉള്ളിൽ ചെന്ന് നമ്മുടെ മനസ്സിലേക്കും ബുദ്ധിയിലേക്കും നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ ഉണർത്തി നമ്മുടെ അറിവാക്കി മാറാൻ അവസരം കൊടുക്കില്ല. അതിനു മുമ്പ് തട്ടി തെറിച്ചു പോകും. അതല്ല, ആ ഈഗോ നഷ്ടപ്പെട്ടാൽ മാത്രമേ ചുറ്റുന്നും കേൾക്കുന്ന എല്ലാത്തിൽ നിന്നും നമുക്ക് അറിവിനെ ഉണർത്താൻ സാധിക്കൂ എന്നും. ഇത്രയും വലിയ ഒരു ദൗത്യമാണ് കിരാതാർജനീയത്തിലൂടെ ഭാരവി ഏറ്റെടുത്തത് എന്ന് ഈ ഒരു വായന കിരാതാർജനീയത്തിലൂടെ സാധ്യമാണിത്. ഞാൻ ഒരു സാഹിത്യ വിദ്യാർത്ഥി ആയിരുന്നില്ല. പലപ്പോഴും വളരെ കുറച്ച് സാഹിത്യ ഗ്രന്ഥങ്ങൾ കുറേശ്ശെ പഠിക്കുകയും കുറെ ചെറിയ ചെറിയ ഭാഗങ്ങൾ പഠിപ്പിക്കുകയും മാത്രം ചെയ്ത പരിചയം മാത്രമേ ഉള്ളൂ. എന്നിരുന്നാൽ കൂടി ഒറ്റ നോട്ടത്തിൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന കുറേ പോയിന്റുകളുണ്ട്. ഒരു ലക്ഷ്യത്തിലേക്ക് കടന്നു പോകുന്ന വ്യക്തിയായിട്ട് നാം നമ്മെ മാറ്റുകയോ അർജുനനെ മാറ്റുകയോ ചെയ്യുമ്പോൾ, അപ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇത് വലിയൊരു പാഠമായിട്ട് മാനവരാശിയുടെ മുമ്പിൽ മാറുകയാണ് കിരാതാർജുനീയം ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ചർച്ച ഈ സദസ്സിന്റെ മുമ്പിൽ വയ്ക്കുവാനാണ്, ഈ ഒരു ചിന്ത വളരെ വിനീതമായി സദസ്സിന്റെ മുമ്പിൽ വയ്ക്കുവാനാണ് ഈ ഒരു സമയത്ത് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിച്ചത് എന്നുള്ളത് കൊണ്ട് വളരെ വിനയപൂർവ്വം അതെല്ലാവരുടെയും മുമ്പിലേക്ക് വയ്ക്കുന്നു. ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്തെന്നാൽ കാലം മാറിയപ്പോൾ നമ്മുടെ ക്ലാസ് മുറികളിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികളെ നമ്മൾ കാണുമ്പോൾ അവരുടെ ചിന്തകൾ എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന ലോകത്ത് വളരെ പെട്ടെന്ന് ലൈഫ് സെറ്റിൽഡ് ആക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ സമൂഹത്തിന് മുമ്പിൽ നാം നിൽക്കുമ്പോൾ ഇത്രയും ലൈഫ് സ്കില്ലുകൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളാണ് സംസ്കൃതത്തിലുള്ളത്. അത് തീർച്ചയായിട്ടും ഏത് ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്നവനും ഡബിൾ, അല്ലെ, ഒരു
നമ്മൾ സാധാരണ ഫോണൊക്കെ ഉപയോഗിക്കുന്ന എല്ലാവരും പുതിയ പുതിയ അപ്ഡേഷൻ ഓരോ മാസവും ചിലപ്പോൾ പുതിയ അപ്ഡേഷനൊക്കെ വരാറുണ്ട്. അങ്ങനെ ഏറ്റവും ശക്തമായ അപ്ഡേഷൻ എത്ര തവണ നമ്മൾ വായിക്കുന്നോ, എത്ര തവണ നാം പഠിക്കാൻ ശ്രമിക്കുന്നോ, അതെല്ലാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് തരുന്ന വലിയ ഒരു അപ്ഡേഷൻ ആണ് എന്ന് കണ്ടുകൊണ്ട് സംസ്കൃത ഗ്രന്ഥങ്ങളെ നമുക്ക് സമൂഹത്തിന്റെ മുമ്പിൽ വയ്ക്കുവാൻ സാധിക്കും. ആ രീതിയിലുള്ള ഒരു വായന, അങ്ങനത്തെ വായന വരുമ്പോൾ പിന്നെ തീർച്ചയായിട്ടും സൗന്ദര്യത്തിന്റെ വായനയും ഒരിക്കലും അതൊരു സോഫ്റ്റ് സ്കില്ലായിട്ട് നമ്മളിൽ പരിണമിക്കുന്നുണ്ട്. പെട്ടെന്ന് എന്താ പറയുക, പെട്ടെന്ന് കോപം വരാതെ, ധാർഷ്ട്യം വരാതെ, ഈഗോ വരാതെ ഒക്കെ നമ്മളെ ശാന്തമായിട്ട് നിലനിർത്താൻ എപ്പോഴും സൗന്ദര്യത്തിന്റെ വായന നമ്മളെ സഹായിക്കും. അങ്ങനെ എന്തുകൊണ്ടും ഭരവിയുടെ കിരാതാർജുനീയം അർത്ഥഗൗരവമുള്ള ഒരു കൃതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഇങ്ങനെ ഒരു വേദിയിലേക്ക് ഈ ഗുരുശ്രേഷ്ഠന്മാരുടെ മുമ്പിലേക്ക് ക്ഷണിച്ചതിന് വളരെ വിനീതമായി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. വളരെയധികം സന്തോഷം ഡോക്ടർ മഹേഷ് ബാബു. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു, അദ്ദേഹം ഒരു സാഹിത്യ വിദ്യാർത്ഥി ആയിരുന്നില്ല. അവിടെ വിദ്യാപീഠത്തിൽ പഠിച്ചത് അദ്ദേഹം വ്യാകരണമാണ്. എങ്കിലും അദ്ദേഹം എൻ്റെ റിക്വസ്റ്റ് സ്വീകരിച്ച് അദ്ദേഹം ഈ 8ാം സർഗത്തിലെ ചർച്ചാപൂരണത്തിന് വരാനായിട്ട് തയ്യാറായി. വളരെയധികം സന്തോഷമുണ്ട്. ഇതില് പ്രത്യേകിച്ചും ഈ കിരാതാർജുനീയം നമ്മളെ പഠിപ്പിക്കുന്ന തത്വം എന്താണ് എന്ന് അദ്ദേഹം സമഗ്രമായി അവലോകനം ചെയ്ത് ഒരു തത്വശാസ്ത്ര വിദ്യാർത്ഥിയുടെ രീതിയിൽ വളരെ ഭംഗിയായി അവതരിപ്പിച്ച് കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. വളരെയധികം സന്തോഷം ഡോക്ടർ മഹേഷ് ബാബു. കൂട്ടത്തിലൊരു കാര്യം കൂടി പറയാനുണ്ട്, അത് വിട്ടുപോയതാണ്. ഇവിടെ ജസ്റ്റിൻ ജോർജ് ഇവിടെ പ്രസന്റേഷൻ നടത്തുക അല്ലെങ്കിൽ 1 മണിക്കൂർ ക്ലാസ് നടത്തുക മാത്രമല്ല, കേൾക്കാനായിട്ട് വിദ്യാർത്ഥികളുടെ ഒരു നല്ല ഒരു പരമ്പര തന്നെ തന്നു. അപ്പൊ ഒരുവിധം ഏതാണ്ട് ക്ലാസിന്റെ ഒരു മധ്യസമയം വരെയും നല്ല 30ഓളം പേര് ഇതില് ഉണ്ടായിരുന്നു. 30-35 പേര് ഉണ്ടായിരുന്നു. അപ്പൊ ആ സംഖ്യ കൂടി ഉയർത്തിയിട്ടുണ്ട്. അതിനെ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അപ്പൊ ഇനി അടുത്തത് ചർച്ചാ പൂരണത്തിൽ ഞാൻ തന്നെയാണ് പറയുന്നത്. അത് വേറെ ആരും ഈ ഡേറ്റിന് സൂട്ടായിട്ട് പലരെയും ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല. അപ്പൊ ഞാൻ തന്നെ പറയാമെന്ന് വിചാരിച്ചു. അധികം സമയം എടുക്കില്ല, വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയാം. അപ്പൊ കിരാതാർജുനീയം നമുക്കിവിടെ 8ാം സർഗമാണ്. അതില് ജലക്രീഡാദി വർണ്ണനമാണ് വിഷയം. അത് ഡോക്ടർ ജസ്റ്റിൻ ജോർജ് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ അതിന് ആമുഖമായിട്ട് പറയുമ്പോ ശിശുപാലവധ മഹാകാവ്യത്തിലെ 6ാം സർഗത്തില് ഒരു ശ്ലോകം ഇത് ചൊല്ലിയിട്ട് അതിനെ ഇതുമായിട്ട് ബന്ധിപ്പിക്കാം. കാരണം അതില് ഈ രൈവതക പർവ്വതത്തിൽ എത്തിയിട്ടുള്ള ശ്രീകൃഷ്ണന്റെ കൂടെ വന്ന സ്ത്രീ പുരുഷന്മാര്, കമിതാക്കളായ സ്ത്രീ പുരുഷന്മാരുടെ വർണ്ണനയാണ് അവിടെ നടക്കുന്നത്. ഇവിടെ ജലക്രീഡയാണ് നടക്കുന്നത്. അപ്പൊ ഇതിന് രണ്ടിനും തമ്മിൽ ചെറിയ ആ ശിശുപാലവധത്തിലെ 6ാം സർഗത്തിനും അതുപോലെ ഇനി വരാൻ പോകുന്ന 8ഉം 9ഉം സർഗങ്ങള് ഈ കിരാതാർജുനീയത്തിലും ഇവയ്ക്ക് തമ്മില് ഒരു സാമ്യം കാണാനുണ്ട്. ഉദാഹരണമായിട്ട് ശിശിരകാലമപാസ്യ ഗുണോസ്യ നക്ക ഇവ ശീതഹരസ്യ കുചോഷ്മണ ഇതി ധിയസ്തരുഷ പരിരേഭിരേ ഘനമതോ നമതോനുമതാൻ പ്രിയ എന്ന പദ്യത്തില് ഘനം പരിരേഭിരേ പ്രിയാഹ അനുമതാൻ പ്രിയാൻ ഘനം പരിരേഭിരേ എന്ന് ഒരു വാക്യമുണ്ട്. അവിടെ ഘനം എന്നുള്ളത് അവിടെ ക്രിയാവിശേഷണമാണ്. ഗാഠമായി ആലിംഗനം ചെയ്തു. ഈ കുചോഷ്മാവ് കൊണ്ട് ശിശിരകാലം കഴിഞ്ഞാൽ എന്താണ് പ്രയോജനം എന്ന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ മുമ്പിൽ നമസ്കരിച്ചിരിക്കുന്ന തെറ്റ് ഏറ്റു പറഞ്ഞ് നമസ്കരിച്ചിരിക്കുന്ന പ്രിയതമന്മാരെ ഗാഠമായി ആലിംഗനം ചെയ്തു എന്നാണ് അർത്ഥം അവിടെ പറയുന്നത്. അവിടെ ഘനം എന്നുള്ളൊരു ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട്. അത് ക്രിയാവിശേഷണമാണെങ്കിലും ഈ ഘനം എന്നുള്ളത് നാട്യശാസ്ത്രത്തില് ആദോദ്യത്തിന്റെ ഒരു വിഷയമാണ്. ആ വിഷയം ഇവിടെ വരുന്നുണ്ട്. ഇപ്പൊ അതിന് ഉദാഹരണമായിട്ട് ഞാൻ അധികം സമയം വളരെ കുറച്ച് എടുക്കുള്ളൂ, അധികം ശ്ലോകമൊന്നും ചെല്ലില്ല.
ചുരുക്കി കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇതിന്റെ കിരാതാർജുനീയം 8-ാം സർഗത്തിലെ 7-ാമത്തെ പദ്യം, അതുപോലെ 48-ാമത്തെ പദ്യം, അതിന്റെ ആദ്യത്തെ പാദം തുടങ്ങുന്നത് ഒരേപോലെയാണ്. കരൗധുനാന നവപല്ലവാകൃതി എന്നാണ് 7-ാമത്തെ പദ്യത്തിന്റെ തുടക്കവും 48-ാമത്തെ പദ്യത്തിന്റെയും തുടക്കം. അപ്പൊ കൈകളെ കൊണ്ട് ഈ സ്ത്രീകള് എന്തെല്ലാം ചെയ്തു എന്നുള്ളതാണ് വർണ്ണിക്കുന്നത്. നമ്മുടെ ഈ ധനുമാസത്തിൽ വരുന്ന തിരുവാതിരയുണ്ട്. തിരുവാതിര സമയത്ത് സ്ത്രീകള് വെള്ളത്തില് തുടിക്കും. ആ തുടിക്കുന്നത് ഈ ഒരു തരം ആദോദ്യത്തിന്റെ അതായത് അവനദ്ധം എന്ന് പറയണം. അവനദ്ധം തു പൗഷ്കരം എന്ന് നാട്യശാസ്ത്രം പറയുന്നുണ്ട്. അതില് നാട്യശാസ്ത്രത്തിലെ ഈ 32-ാമത്തെ അധ്യായം, 33, 34 ഈ അധ്യായങ്ങളിൽ ആകെ 36 അധ്യായമാണ്. അതിൽ 32, 33, 34 അധ്യായങ്ങളില് ഈ വാദ്യവിശേഷങ്ങളെയാണ്, ആദോദ്യം എന്ന് പറയുന്ന വാദ്യവിശേഷങ്ങളെയാണ് പറയണത്. അതായത് തന്ത്രീഗതമായ തതം, അവനദ്ധം തു പൗഷ്കരം, പിന്നെ ഘനം, സുഷിരം എന്നെല്ലാം പറഞ്ഞ് ഇതിന്റെ വിധികളെയൊക്കെ പറയുന്നുണ്ട്. അതില് ഈ കൈകൊണ്ട് കൊട്ടുന്ന ഇപ്പോ മദ്ദളം, മിഴാവ് അല്ലെങ്കിൽ ഇതൊക്കെ കൈകൊണ്ട് കൊട്ടുന്നതാണ്. ആ കൈകൊണ്ട് തുടിക്കുമ്പോ, വെള്ളത്തിൽ തുടിക്കുമ്പോ ഈ ശബ്ദം തന്നെയാണ്. ഇത് മൃദംഗത്തിന്റെയോ അല്ലെങ്കിൽ മദ്ദളത്തിന്റെയോ ഒക്കെ ശബ്ദത്തിന്റെ രീതിയിലാണ് വെള്ളത്തിൽ തുടിക്കുന്നത്. അപ്പൊ ഒരു നൃത്തം ചെയ്യുമ്പോ, ഒരു നൃത്തം അല്ലെങ്കിൽ നാട്യം അവതരിപ്പിക്കുമ്പോൾ അതിനനുഗുണമായിട്ട് ആദോദ്യത്തിന് പ്രാധാന്യമുണ്ട്. അതില് ഒന്ന് പ്രധാനമാണ് ഈ അവനദ്ധം. ഒരു സംഗീത കച്ചേരി, സംഗീതം നാട്യത്തിന് ഒരു ഭാഗമാണ്. അതുപോലെ രംഗം, ഗീതം, അതിലെ ആദോദ്യവും നാട്യസംഗ്രഹത്തിലെ ഒരു വിഷയമാണ്. അത് ഇവിടെ മനോഹരമായിട്ട് ഭാരവി അവതരിപ്പിക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെ ഈ വെള്ളത്തിൽ തുടിക്കുന്ന ആ ഒരു രീതി ഇവിടെ ഉദാഹരണമായിട്ട് കരൗധുനാന നവപല്ലവാകൃതി പയസി അഗാധേ, അഗാധേ പയസി ജാതസംഭ്രമ. അപ്പോ അഗാധമായ പയസ്സിൽ ജാതസംഭ്രമകളായിരിക്കുന്ന ഇവര് കരൗധുനാനകളായി എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. മാനിനികളാണ്, കോപനശീലയാണ്. മാനിനി കോപനശീല, അങ്ങനെയുള്ള അവര് എന്ത് ചെയ്തു എന്ന് പറയുന്നത്. അതുപോലെ പ്രിയൈ സലീലം കരവാരിവാരിത എന്ന സ്ഥലത്തും അതുപോലെ പറയുന്നുണ്ട്. പ്രവൃദ്ധ നിശ്വാസ വികമ്പിതസ്തന സവിഭ്രമാധൂത കരാഗ്രപല്ലവോ യഥാതപാപ യഥാതഥാം വിലാസിനീജന എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയിട്ട് പിന്നെ 50-ാമത്തെ പദ്യം വരെ വിഹസ്യപാണോ വിധൃതയ ധൃതാംഭസി, അവിടെയും അത് തന്നെയാണ് വർണ്ണിക്കുന്നത്. അപ്പൊ ഇത്തരം ഈ രീതിയില് അവിടെയും പയസാ ഘനീകൃത ബഭാര എന്ന് അവിടെയും ഘനശബ്ദത്തെ പ്രയോഗിച്ചിട്ടുണ്ട്. ഘനശബ്ദം പ്രയോഗിക്കുന്നത് ഈ കാംസ്യം തുടങ്ങിയിട്ടുള്ള ഇത് ഉപയോഗിച്ചിട്ട് ചേങ്ങല, അതുപോലെ ഇലത്താളം മുതലായവയൊക്കെ പ്രയോഗിക്കാറുണ്ട്. അപ്പൊ ആ രീതിയിലും ഓരോന്നിന്റെയും പ്രത്യേക തരം ശബ്ദങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ ആ രീതിയിൽ വെള്ളത്തിൽ ഇവർ തുടിച്ചു കളിക്കുന്ന ഒരു ഭാഗം നാട്യശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന ഈ ആദോദ്യാധ്യായങ്ങളെയൊക്കെ ഇതില് സ്ത്രീകളുടെ ജലക്രീഡയിൽ വളരെ മനോഹരമായിട്ട് സമന്വയിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്. ബാക്കിയെല്ലാം ഇവിടെ ഡോക്ടർ ജസ്റ്റിൻ ജോർജ് വളരെ മനോഹരമായിട്ട് ശ്ലോകാനുശ്ലോകമായിട്ട് എടുത്ത് വർണ്ണിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഈ നാട്യശാസ്ത്രം ഒരു പ്രാമാണിക ഗ്രന്ഥമായതുകൊണ്ട് അതിലെ പല വിഷയങ്ങളും ഇങ്ങനെ ഈ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. ഇവിടെ ജലക്രീഡയുടെ രൂപത്തിലാണ് ആദോദ്യത്തെ കൂടി ഇവിടെ കൊണ്ടുവന്നിട്ട് അവതരിപ്പിക്കണം. അപ്പൊ നൃത്തത്തിന് അനുഗുണമായിട്ട്, അതുപോലെ സംഗീതത്തിന് അനുഗുണമായിട്ട് വരുന്ന ആദോദ്യം, ഇതൊക്കെ നാട്യത്തിന്റെ അംഗങ്ങളാണ്. അതിനെ ഇവിടെ വളരെ മനോഹരമായിട്ട് ഭാരവി അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ഇപ്പൊ അത് ഒരു ചർച്ചാ പൂരണമായത് കൊണ്ട് കൂടുതലൊന്നും വിസ്തരിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ഇതില് പ്രത്യേകിച്ച് എല്ലാവരോടും വളരെ സന്തോഷമുണ്ട്. ഇനി
അധ്യക്ഷ ഭാഷണത്തിനായിട്ട് ആദരണീയനായ പ്രൊഫസർ KT മാധവൻ മാഷെ സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അറിയുന്തോറും ആസ്വാദ്യത കൂടും. കിരാതാർജുനീയത്തിലെ ഓരോ സർഗം മറ്റുള്ളവരുടെ നിരൂപണത്താൽ അറിയപ്പെടുമ്പോൾ നഷ്ടപ്പെട്ടു പോയ കുറെ വസന്തകാലങ്ങളെ നമുക്ക് തിരിച്ചു കിട്ടിയ ഒരു പ്രതീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ജസ്റ്റിന്റെ വളരെ സരസമധുരമായ ശബ്ദത്തിലൂടെ കിരാതാർജുനീയത്തിന്റെ അല്ലെങ്കിൽ ഭാരവിയുടെ സൗന്ദര്യബോധത്തെ കുറിച്ച് മൂല്യനിർണയം ചെയ്തു. വളരെ ഹൃദ്യമായിരുന്നു. അതേമാതിരി ശ്ലോകം ചൊല്ലുമ്പോൾ തന്നെ സ്വതവേ കിരാതാർജുനീയം ചൊല്ലിക്കേൾക്കുമ്പോൾ വിരസത തോന്നുമെങ്കിലും ജസ്റ്റിൻ ചൊല്ലിയപ്പോൾ അത് വളരെയധികം ഹൃദ്യമായി തോന്നി. ഇഷ്ടപ്പെട്ടു. വാസ്തവത്തില് നിരൂപണവും വിമർശനവും ഇഷ്ടപ്പെട്ടു. മഹേഷ് ബാബുവിന്റെ പുതിയ രീതിയിലുള്ള ആഖ്യാനം, കാഴ്ചപ്പാട്, കാലത്തിനനുസരിച്ച് ദേശത്തിനനുസരിച്ച് ഉള്ള കാഴ്ചപ്പാടും വളരെ ഹൃദ്യമായി. കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം എന്നാണ് സാഹിത്യത്തിന്റെ ലക്ഷണം ഭട്ടതിരിപ്പാട് പറയണം. കാലദേശങ്ങൾക്ക് അതീതാവണം, എങ്കിലും കാലദേശ വർത്തിയായിരിക്കും വേണം. അങ്ങനെ ഒരു പുനർവായന നടത്തുമ്പോൾ തനിക്ക് താൻ അറിവിന്റെ പുതിയ പുതിയ ഗോപുരങ്ങൾ തേടിപ്പോകുമ്പോൾ അഹങ്കാരത്തെ ശമിപ്പിച്ച് നേടുന്ന അറിവ് ലോകപ്രദമാക്കി തീർക്കുന്ന രീതിയിലുള്ള ഒരു ആഖ്യാനം വളരെ സുന്ദരമായിട്ട് എനിക്ക് തോന്നി. ER നാരായണന്റെ മാഘവും അതുപോലെ തന്നെ കിരാതാർജുനീയവും അതിലെ നാട്യശാസ്ത്രത്തിന്റെ സ്വാധീനവും കൂടി വിവരിക്കപ്പെട്ടപ്പോൾ വളരെ സന്തോഷമായി. കാരണം പല പല ദിശകളിലൂടെ പല വീക്ഷണങ്ങളിലൂടെ ഒരു കാവ്യത്തെ നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. താരതമ്യ പഠനത്തിലൂടെ കവിയുടെ സംഭാവന മൂല്യനിർണയം ചെയ്യേണ്ട ആവശ്യവും നമുക്ക് ഉണ്ട്. കാലത്തിനനുസരിച്ച് പുതിയ പുതിയ ആഖ്യാന രീതികളും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പക്ഷെ വളരെ സംക്ഷിപ്തമായ സമയത്തിൻ്റെ ഉള്ളില് 3 വ്യക്തികളും ചെയ്ത സംഭാവന അതുല്യമാണ്, അനുപമമാണ്. ഇത്തരത്തിലുള്ള ഭാഷണങ്ങള് ഇനിയും ഇനിയും ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആശംസിക്കുന്നത്. കൂടുതലായിട്ട് ഒന്നും തന്നെ അധികം സംസാരിക്കുന്നില്ല. ജസ്റ്റിനും ER നാരായണനും മഹേഷ് ബാബുവിനും ഉത്തരോത്തരം ഇത്തരത്തിലുള്ള നിരൂപണ സരണികളിലൂടെ മുന്നോട്ട് വരുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാടില് ഞാൻ ധന്യനായി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. വളരെയധികം സന്തോഷം പ്രൊഫസർ KT മാധവൻ മാഷ്. ഇനി ആർക്കെങ്കിലും ഒരു അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറയാം. പലരും ലെഫ്റ്റായി. അപ്പോ അതുകൊണ്ട് ഇനി ആരാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇവിടെ രാജഗോപാൽ മാഷുണ്ട്, ഡോക്ടർ പാർവതി ഉണ്ട്, അങ്ങനെ വളരെ കുറച്ച് പേരാണ് ഉള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഈ വിഷയത്തിൽ പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചുരുങ്ങിയ വാക്കുകൾ പറയാൻ അഭ്യർത്ഥിക്കുന്നു.
ഞാനൊരു 2 വാക്ക് പറയട്ടെ. തീർച്ചയായിട്ടും പറയൂ. അപ്പോ ഇവിടെ ജസ്റ്റിൻ സാറ് വളരെ മനോഹരമായിട്ട് മിക്ക ശ്ലോകങ്ങൾ എടുത്ത് വിവരിച്ചു കഴിഞ്ഞു. പക്ഷെ ഇതിൽ എനിക്കൊരു ചെറിയൊരു തോന്നിയ അഭിപ്രായം പറയാണ്, ഇഷ്ടം തോന്നിയത് പറയാണ്. 29ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറഞ്ഞു അതില്, പക്ഷേ മുഖൈഹി സരോജാനി ച ദീർഘലോചനൈഹി എന്ന് പറഞ്ഞ ഭാഗത്ത് ആ ദീർഘലോചനൈഹി മുഖൈഹി എന്നാണല്ലോ, ദീർഘങ്ങളായിട്ടുള്ള ഓദരങ്ങളോട് കൂടിയ മുഖം മുഖാരവിന്ദ ലഹരിക്ക്. പക്ഷെ എന്നാലും ശരി, അത് സരോജങ്ങളുടെ ആ ഗുണത്തെ കൂടി അതിക്രമിച്ചതാണ് പറയുന്നത്. സരോജത്തിന് കണ്ണില്ലല്ലോ, അതാണ് മല്യനാഥൻ പറയുന്നത്. അലോചനങ്ങളാ സരോജങ്ങള്, ഇവിടെ മുഖാരവിന്ദം ലോചന ഉള്ളതാ അതൊരു ഭംഗി കൂടെ തോന്നുന്നു അങ്ങനെ പറയുമ്പോൾ. അത് വളരെ നന്നായിട്ടുണ്ടത്. പിന്നെ ഇവിടെ ഇതൊരു കാവ്യാത്മകമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇവിടെ വേറൊരു കാര്യം, അത് അദ്ദേഹം സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. 39ാമത്തെ ശ്ലോകത്തിലെ ച്യുതാധികാരാഹ സജീവായുവായു എന്നൊരു ഭാഗമുണ്ട്. അതായത് ഈ എന്താ പറയേണ്ടത്, ശോഭിക്കുന്ന നല്ല മാലകളുണ്ട് അങ്ങനെ തലയില് ഈ അപ്സരസുകളുടെ. അത് അവര് ജലക്കേട് നടത്തുമ്പോ ആ ജലത്തിന്റെ ആ തരകത്തിന്റെ ശക്തി കൊണ്ട് വേഗം കൊണ്ട് അതങ്ങനെ ഒഴുകിപ്പോയി. അപ്പൊ അതങ്ങനെ കിടക്കുകയാണ്. പിന്നെ അപ്പൊ അതിന്റെ ആ ശോചനീയാവസ്ഥയെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ച്യുതാധികാര സജീവായുവായു എന്നാണ്. അപ്പോ തന്റെ അധികാരം നഷ്ടപ്പെട്ട സജീവന്മാർ ഇപ്പൊ അങ്ങനെയാണ് സ്ഥിതി, നമുക്കറിയാലോ. പല അഴിമതിയും ചെയ്ത് അധികാരം നഷ്ടപ്പെടുക ലോഭം കൊണ്ട്. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സമകാലീന പ്രാധാന്യമുള്ള ഒരു ഭാഗമായി തോന്നി കണ്ടപ്പോൾ ഈ പ്രത്യേക ആ ശ്ലോകത്തിലെ ച്യുതാധികാര സജീവായുവായു എന്നുള്ള ഭാഗം. പിന്നെ ഇതിപ്പോ എനിക്ക് അത്ര അറിയില്ല, എങ്കിലും നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും ഈ കാര്യം. ഇവിടെ ഒരു പ്രയോഗം ഉണ്ട്, യഥാർത്ഥതാം ആപാന്ന്. അതായത് ശ്ലോകം 49 പ്രിയേഹി സലീലം കരവാരി വാരിത, ആ ശ്ലോകത്തെ പറ്റി പറഞ്ഞില്ലേ, നമ്മുടെ നാരായണ സാർ പറഞ്ഞു. പക്ഷെ അതില് ആ യഥാർത്ഥതാം എന്നുള്ളതിനെ പറ്റിയിട്ട് കുറച്ചൊരു വിവരം പറയുന്നുണ്ട് ഇവിടെ. ക്വചിത് ഗമ്യമാനാർത്ഥസ്യ അപ്രയോഗ ഇത് നാം ന പ്രയോഗ എന്ന് മല്ലിദാസൻ പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് അവിടെ ആ മാഘത്തിലെ ശ്ലോകത്തത് ചിരായ യാഥാർത്ഥ്യമലംഭി ദിഗ്ഗജൈഹി എന്ന് ഒന്നെടുത്ത് പറയുന്നുണ്ട്. രഘുവംശത്തിലുള്ളത് പരം തപോ നാമ യഥാർത്ഥ നാമ. അപ്പൊ ഈ നാമ എന്നുള്ള പ്രയോഗത്തിന് ആവശ്യമില്ല എന്നല്ലേ അതിന്റെ പറയുന്നത് അവിടെ. അത് അർത്ഥം കിട്ടുന്നതാണല്ലോ അല്ലെ, എന്താ അതല്ലേ അതിന്റെ. അതൊന്ന് പറ്റെങ്കിൽ ആരെങ്കിലും വിവരിച്ചാൽ നന്നായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത് ഇതില്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ജലക്രീഡയുടെ പഠനം ഞാൻ കുറച്ച് വായിച്ചു നോക്കി, അപ്പോ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോ മാധവ സാർക്ക് എന്തോ പറയാൻ പറ്റും തോന്നുന്നു ഇതിനെ പറ്റിയിട്ട്. ആരാണ് അടുത്തത് പറയുന്നത്? മാധവ മാഷ് പറയുന്നുണ്ടോ മറുപടി? ഇല്ല, ഞാൻ സുരേന്ദ്രൻ, എനിക്കത് ആ ഭാഗം ഒന്ന് നോക്കിയിട്ട് വേണം പറയാൻ, അല്ലാതെ പറയുന്നത് ശരിയല്ല. ശരി, ഓക്കെ. ഞാനത് വെറുതെ ചോദിച്ചാണ്, കാരണം അതൊരു അടുത്ത കിരാതാർജുനീയ ക്ലാസ്സിലേക്ക് ഞാൻ പറയാം. ശരി, ഓക്കെ. അപ്പൊ ഇനി നന്ദിനി മേഡം പറയുന്നുണ്ടോ? ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. ഇല്ല. അപ്പൊ ഇനി ആരാണ് പറയുന്നത് വെച്ചാൽ പറഞ്ഞാല് നന്നായിരുന്നു, വളരെ ചുരുങ്ങിയ വാക്കുകളോട്. അല്ലെങ്കിൽ പിന്നെ നമുക്കിത് പരിപാടി അവസാനിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ആരാണ് പറയാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ പറയാൻ, ചുരുങ്ങിയ വാക്കുകളിലൂടെ പറഞ്ഞാല്. നമസ്കാരം മാഷേ, ഞാൻ സംസ്കൃത വിദ്യാർത്ഥിയൊന്നും അല്ല. പറയൂ. പക്ഷേ ഇതെല്ലാം സംസ്കൃത കാവ്യങ്ങളിലൂടെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ മലയാള ഭാഷ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ വായിച്ചു പോകുന്ന സംസ്കാരമേ ഉള്ളൂ. അപ്പൊ ഞാനിത് കേട്ടപ്പോ പിന്നെ ജസ്റ്റിൻ മാഷ ടോക്ക് കേട്ടപ്പോ തോന്നിയൊരു സംശയങ്ങളാണ്. ഇപ്പോ 18 സർഗങ്ങളോളമുള്ള കിരാതാർജുനീയത്തില് 2 സർഗത്തിലധികം ഉദ്യാന സലിലക്രീഡകൾക്ക് മാറ്റിവെച്ചതിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞപ്പോൾ നമ്മളത് ഏറെക്കുറെ ഉൾക്കൊള്ളുകയാണ്. ഒരുപക്ഷെ അർജുനനെ ഇങ്ങനെ ഒരു ധർമ്മത്തിലൂടെ സഞ്ചരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കും ആളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. അത്തരം സൂചനകള് കൃത്യമായിട്ട് കാവ്യത്തിലെ ഈ 2 സർഗത്തിൽ നിന്ന് നമുക്ക് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ? അതോ അർജുനൻ ഇതിനെ കാണുന്നതായിട്ടോ അർജുനന്റെ സന്ദർഭത്തിൽ അർജുനന്റെ മനസ്സ് സഞ്ചരിക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും സൂചനകൾ നമുക്ക് കാവ്യത്തിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് വെറുതെ ഒന്ന് ഞാൻ സംശയം ചോദിക്കുന്നു മാത്രമേ. അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, പിന്നെ ഇതില് സ്വർഗത്തിൽ നിന്ന് വന്ന ഇവിടെ
പിന്നെ കാനനത്തിലേക്ക് വന്നതായിട്ട് അപ്സര സ്ത്രീകൾക്ക് സ്വർഗത്തേക്കാൾ സുന്ദരമായിട്ട് കാനനം തോന്നി കേട്ടപ്പോൾ കാട് കാണാനായിട്ട് ഇപ്പൊ ഇറങ്ങുന്ന വിനോദസഞ്ചാരികളുടെ മനോഭാവം പോലെയാണ് എനിക്കത് തോന്നിയത്. കുഴപ്പമില്ല അവർക്ക്, കാരണം പക്ഷെ അവര് കാട്ടിലെ ദുർഘട കാഴ്ചകളൊന്നും കാണുന്നുമില്ല. അത് ശ്രദ്ധേയമാണ്, കൗതുകം മാത്രമേ ഉള്ളൂ. പിന്നെ അവർക്ക് തിരിച്ചു പോകാമല്ലോ, ശാപഗ്രസ്തരായിട്ട് വന്നവരൊന്നും അല്ലല്ലോ, അപ്പൊ അതുകൊണ്ടായിരിക്കാം. പിന്നെ മറ്റൊന്ന് ജസ്റ്റിൻ സാറ് പറഞ്ഞല്ലോ, കാമുകി ഭാവവും ഭാര്യാപദവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച്, സപത്നിമാരുടെ മുഖം കറക്കുന്നതിനെ കുറിച്ചുള്ള സൂചനയൊക്കെ കവി പറയുന്നുണ്ട്. എന്നുമുള്ളൊരു ദാമ്പത്യത്തിലെ പ്രഹേളിക തന്നെയാണത്. പക്ഷേ ഭാര്യയല്ല കാമുകി, കാമുകിയല്ല ഭാര്യ എന്നും സൂചിപ്പിച്ചു. പക്ഷെ ഭാര്യയെ കാമുകിയായി കാണാൻ കഴിയുന്നിടത്തായിരിക്കാം ദാമ്പത്യത്തിലെ വിജയം എന്നൊരു വായനയും കൂടി നമുക്ക് ആകാമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി മറ്റൊരു സംശയം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനകത്ത് പാർവതിയെ ഒഴിവാക്കിയത്? ഈ സർഗത്തിലല്ല, പൊതുവെ കിരാതാർജുനീയത്തിലേക്ക് വരുമ്പോൾ മഹാഭാരത കഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പാർവതിയുടെ സാന്നിധ്യം ഒഴിവാക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഭാരവി ഒരു കാരണം കാണുന്നുണ്ടോ? അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു സംശയമാണ്. അപ്പൊ എന്തായാലും മാഷിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും കാര്യങ്ങൾ, പിന്നെ പ്രത്യേകിച്ച് തന്നെ കുറച്ചുകൂടി ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടി ചില കാര്യങ്ങളൊക്കെ ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്തു. ഇത് വളരെ സന്തോഷം. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിലും വളരെ നന്ദി. വളരെയധികം സന്തോഷം ഉഷ ടീച്ചർ, വളരെ നന്നായിട്ട് പ്രതിപാദിച്ചു. അപ്പോ ഇനി നമുക്ക് മാധവ മാഷ് പറയുകയാണെങ്കിൽ അവസാനിപ്പിക്കാൻ തോന്നുന്നു. നമുക്ക് ഇനി അടുത്ത മാസമാണ്, മാർച്ച് 15 ശേഷമേ ഉണ്ടാവുള്ളൂ മറ്റേ 9ാം സർഗം. അത് ഡോക്ടർ EN നാരായണനായിരിക്കും അത് പ്രധാന ഭാഷണം. പിന്നെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ അന്വേഷിക്കുകയാണ് അത് ചർച്ചാ പൂരണത്തിനായിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സൗകര്യത്തിന്, അദ്ദേഹം തരുന്ന ഡേറ്റിന് സൗകര്യമുള്ള ആളുകളായിരിക്കും ചർച്ചാ പൂരണത്തിലും വരിക. ഇത്രയാണ് പറയാനുള്ളത്. അപ്പോ ഇതിന് നാരായണൻ, ഇന്ന് നമുക്കിവിടെ ചോദിക്കപ്പെട്ട 1-2 സംശയങ്ങളുണ്ട്. ഒന്ന്, സുരേന്ദ്രൻ ചോദിച്ച യാഥാർത്ഥ്യം എന്ന പദത്തിന്റെ അതെ ഒരു വിവരണം കൊടുക്കണം. യഥാർത്ഥത എന്നുള്ളത് യഥാർത്ഥത എന്നുള്ളതിന്റെ. പിന്നെ ഉഷ ടീച്ചർ ചോദിച്ച പാർവതിയെ കുറിച്ചുള്ള വർണ്ണനകളൊന്നും വന്നിട്ടില്ലല്ലോ എന്ന്. അതെ. പക്ഷെ ഇതുവരെയുള്ള സർഗങ്ങളില് ശിവനെയും കുറിച്ചും ഒന്നും വർണ്ണന വന്നിട്ടില്ല. ഇല്ല. കിരാതാർജുനീയം കഥകളിയിൽ എങ്ങനെയാണെന്ന് എനിക്ക് ഒന്ന് നോക്കണം. അതേമാതിരി കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളലും എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കണം. ഈ 2 ഡൗട്ടും നാരായണൻ ഒന്ന് ഡയറിയിൽ എഴുതി വെക്കാം. കഥകളിയിൽ മാഷെ ഇങ്ങനെ കിരാത സ്ത്രീയായിട്ട് ഇവര് യുദ്ധം ചെയ്യുമ്പോ അങ്ങനെ വേണ്ട അർജുനോടുള്ള വാത്സല്യം കൊണ്ട് തടയാനൊക്കെ പരിശ്രമിക്കുന്ന ഒരു ഭാഗമുണ്ട് പാർവതിയുടെ. പാർവതി വരുന്നുണ്ട്, പാർവതി ഉണ്ട്. കിരാതം എന്നാ പറയാ. കിരാതത്തില് പാർവതി ഉണ്ട്. അവിടെ പാർവതി രണ്ടുപേരും കൂടിയാ വരിക. പാർവതി കാട്ടാളത്തിയായിട്ടും കിരാതനായിട്ടാ വരുന്നത്. അങ്ങനെ കാട്ടാളത്തി ഇവര് തമ്മിൽ യുദ്ധം ചെയ്യുമ്പോ തടയാനൊക്കെ നോക്കുന്ന ഒരു ഭാഗം ഒപ്പം എപ്പോഴും ഉണ്ട്. കിരാതന്റെ ഒപ്പം എപ്പോഴും ഭാരവിയുടെ കാവ്യത്തിലുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. ഭാരവിയുടെ കാവ്യത്തിൽ വരുന്നുണ്ടോ എന്നാ ചോദിച്ചത്. പാർവതി ഒഴിവാക്കിയിട്ടുണ്ടോന്ന്. അതിൽ പാർവതി ഉണ്ടോ? ഇല്ലല്ലോ. ടീച്ചർ ചോദിക്കുന്നത് പാർവതിയുടെ വാക്ക് വരുന്നുണ്ടോന്നല്ല, പാർവതി വരുന്നുണ്ടോന്ന് ശിവനോടൊപ്പം കിരാതാർജുനീയം കാവ്യത്തില്, മഹാകാവ്യത്തില്. മധവമാഷ അവസാന ഭാഗം എങ്ങനെയാണ്? ഞാൻ അത് യുദ്ധത്തിലുണ്ടാവണം, യുദ്ധത്തിൽ നോക്കണം, യുദ്ധഭാഗത്തെ അവിടെ നോക്കണം. ഒഴിവാക്കിയിരിക്കുന്നൊരു സംശയമുണ്ട്, അതാണ് ഞാൻ ചോദിച്ചത്. പാർവതിയുടെ സാന്നിധ്യം ഇല്ല എന്നാണ് എന്റെ നോട്ടത്തിൽ. പാർവതി വരുന്നില്ല. അതിലൊരു മഹാഭാരതത്തിലെ കഥയിൽ നിന്ന് വരുന്ന ഒരു വ്യത്യാസം പാർവതി ഇല്ല എന്നുള്ളതാണെന്ന് തോന്നുന്നു. ഇല്ല, അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് ഞാനൊരു സംശയം ചോദിച്ചത്. കഥകളിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി കാവ്യത്തിന്റെ അവസാന ഭാഗം ഞാൻ പഠിച്ചിട്ടില്ല. കഥകളിയിലുണ്ട്, കിരാതം കഥകളിയില് ശിവനും പാർവതിയും കൂടിയാ വരുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ സാധാരണ ലൗകിക വർത്തമാനങ്ങളിലും ശിവൻ എന്ത് വേഷം കെട്ടുന്നോ അതനുസരിച്ച് പാർവതിയും വേഷം കെട്ടും. നമ്മുടെ ഈ നാടോടി കഥകളിലൊക്കെ തന്നെ അതുണ്ട്, നാടോടി നൃത്തങ്ങളിലും അതുണ്ട്. പക്ഷെ ഇവിടെ യുദ്ധമാണ് രംഗം എന്നുള്ളത് കൊണ്ട് ഒരു സമയം ഭാരവി പാർവതിയെ ഒഴിവാക്കിയതായിരിക്കാം. എനിക്ക് ആ ഭാഗം നല്ലവണ്ണം നോക്കിയിട്ടേ
പറയാൻ പറ്റുള്ളൂ. ഈ ഭാരവിയെ സംബന്ധിച്ചിടത്തോളം അർത്ഥഗൗരവ വെറും വാച്യാർത്ഥത്തിൽ ഒതുങ്ങുന്നില്ല ഭാരവി. അതിന്റെ വ്യംഗ്യാർത്ഥത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് കാവ്യത്തിന്റെ പൂർണ്ണത വരുന്നുള്ളൂ. വെറും വാച്യാർത്ഥവാദി എന്നല്ല ഭാരവി. നമ്മൾ ആ തലങ്ങളിലേക്ക് കടക്കുന്നില്ല. കാരണം കിരാതാർജുനീയം എന്ന ഗ്രന്ഥം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ദൂരത്തിലാണ്. അതൊന്ന് ആദ്യമായിട്ട് പരിചയപ്പെടലാണ് നമ്മൾ നടത്തുന്നത്. അതാ ഞാൻ ആദ്യം പറഞ്ഞ, അറിയും തോറും നമുക്ക് ആസ്വാദ്യത കൂടും, നിരൂപണങ്ങൾ വരും, വിമർശനങ്ങൾ വരും. തദ്വാര കല്ലുകള് ഒരച്ചൊരച്ച് രത്നാവുന്നത് പോലെ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വ്യക്തത വരും. ഒരു സമയം വ്യംഗ്യമര്യാദയ കാണിച്ചിട്ടുണ്ടായിരിക്കാം ശിവൻ അവിടെ യുദ്ധത്തില്. യുദ്ധമാണ് എന്ന രംഗമുള്ളത് കൊണ്ട് യുദ്ധത്തിൽ സാധാരണ സ്ത്രീകൾക്ക് പ്രവേശനം നിഷിദ്ധായതുകൊണ്ട് അവിടേക്ക് പറയാത്തതായിരിക്കാം ഭാരവി. എന്തുകൊണ്ടാണ് അത് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്? പക്ഷെ അതേ സമയം തന്നെ വ്യംഗ്യമര്യാദയ പാർവതിയുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നുണ്ടോ? ഈ ഒരു അന്വേഷണം കൂടി നമുക്ക് നാരായണ നടത്തണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മാഷെ, അത് നോട്ട് ചെയ്യാം. സംശയങ്ങൾ ദൂരീകരിച്ചു പോയാലേ കാവ്യത്തെ പൂർണ്ണമായിട്ടൊന്നും അറിയില്ല, എന്നാലും അറിയാനുള്ള ശ്രമം നടക്കുള്ളൂ. അതെ അതെ അതെ. സുരേന്ദ്രൻ മാഷ് ചോദിച്ച വിലാസിനീജൻ, അതായത് അർത്ഥത്തിന് ചേർന്ന പേരോട് കൂടിയതായിട്ട് ചേർന്നു എന്നല്ല. അല്ലല്ല, ഞാൻ ചോദിച്ചിട്ടില്ല അവിടെ. ഞാൻ അങ്ങനെ അത് ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചത് വേറെയാ. യഥാർത്ഥത എന്നുള്ള ദിക്കില് അവിടെ നാമിന് ഒരു പ്രയോഗം വേണ്ട, നാമാന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പല ഇത് കാണിക്കുന്നുണ്ട്. അല്ലിദാസൻ തന്നെ കാണിക്കുന്നുണ്ട് പല മാഘത്തൊന്നും. വിലാസിനി അതല്ല, അത് ക്ലിയർ ആണ്. വിലാസിനി അതല്ല, അത് വേറെയാണ്. പിന്നെ വേറെന്താ വെച്ചാൽ ഇപ്പൊ 15ാം സർഗത്തിലാണ് യുദ്ധം. അവിടെയാണല്ലോ വികാശബീയുർ ജഗദീശ മാർഗണാഹ. വികാശ നാല് പാദം ഒരേ വരിയാണ് 4 അർത്ഥമായിട്ടുള്ളത്. അർത്ഥഗൗരവം അവിടേക്കാണ്. 15ാം സർഗത്തിലാണ്. നാരായണൻ അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു അല്ലേ? ശരി മാഷെ, അപ്പൊ നമുക്ക് എല്ലാവരുടെയും സമ്മതത്തോടുകൂടി നമുക്ക് പിരിയാം. മറ്റേ അടുത്ത 9ാം സർഗം മാർച്ച് 15-ന് ശേഷമായിരിക്കും. അത് ഡോക്ടർ EN നാരായണൻ ഒരു ഡേറ്റ് തരും. അപ്പോ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. അപ്പൊ അത് ആ സമയത്ത് നമുക്ക് ലിങ്ക് ഇടാം, അതിന് ഗ്രൂപ്പിലിടാം. ഇത് ഞാൻ മറ്റേ ഇപ്പോ സുരേന്ദ്രൻ സാറ് പറഞ്ഞതും ഉഷ ടീച്ചർ പറഞ്ഞതും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് മറ്റേ നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ നാളെ വേദാന്തത്തെ കുറിച്ചുള്ള ചർച്ചയെ അതെ സുരേന്ദ്രനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല. ശങ്കരന് ശേഷം വേദാന്തത്തിന്റെ കൈവഴികളും കാഴ്ചപ്പാടുകളും, അങ്ങനെ ശ്രീശങ്കര കോളേജിന്റെ അക്കാദമിയുടെ ആഭിമുഖ്യത്തില് ഒരു പരിപാടി നടക്കുന്നുണ്ട്. അതും എല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന. തീർച്ചയായിട്ടും. അപ്പൊ വളരെയധികം സന്തോഷം എല്ലാവർക്കും. ഒത്തിരി നന്ദി, സന്തോഷം. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഫ്രാൻസിസ് സാർ ഉണ്ടായിരുന്നു അല്ലേ? മാഷ് ഉണ്ടായിരുന്നു അല്ലേ? മാഷ മൈക്ക് ഓഫാണ്. മൈക്ക് കുറെ നേരമായിട്ട് അത് ഓൺ ആവുന്നുണ്ടായിരുന്നില്ല. അയ്യോ, ഞാൻ 8:30 എന്റെ ക്ലാസ് കഴിഞ്ഞപ്പോ ഞാൻ കേറിയതാ. പക്ഷെ 8:30 കയറിയുള്ളൂ. 10-12 മിനിറ്റ് ആയുള്ളൂ. പക്ഷെ മൈക്ക് ഓൺ ആവുന്നില്ല, ഈ ക്യാമറ ഓൺ ആവുന്നുണ്ടായിരുന്നില്ല. അത് ഞാൻ ഇവിടെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴാണ് ജസ്റ്റ് ഓൺ ആയത്. അതെനിക്ക് തോന്നുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന് തോന്നുന്നേ. എനിക്ക് ഒരു പക്ഷെ അതിന് കപ്പാസിറ്റി ഇപ്പൊ കുറച്ച് പേര് വിട്ടപ്പോഴായിരിക്കണം അത് ഓൺ ആയത്. അവിടെ കാര്യമായിട്ട് കേൾക്കാൻ പറ്റിയില്ല. ശരി ശരി, കഴിഞ്ഞ ഉടനെ ഞാൻ കയറി നോക്കി. ശരി, കാണാം. ശരി. ജസ്റ്റിൻ, ഹലോ ജസ്റ്റിൻ.
പറയൂ പക്ഷേ. ഓ വളരെ നന്നായി. ഞാൻ എനിക്ക് വൈകിട്ടേ കയറാൻ പറ്റിയുള്ളൂ ജസ്റ്റ്. എന്റെ കേൾക്കാൻ പറ്റിയോ? ഓ കേൾക്കാൻ പറ്റി. ഞാൻ കയറി, എനിക്ക് വളരെ സന്തോഷമായി. കാരണം ജസ്റ്റിനിൽ ഇങ്ങനെ ഒരു നമ്മളുടെ മനസ്സിൽ കാണാത്ത പോലെ നല്ല രീതിയിൽ ചെയ്തു. താങ്ക് യു. നമ്മളിപ്പോഴും ചെറിയ കുട്ടിയായിട്ട് കണ്ടതുകൊണ്ടല്ലോ. വെൽ ഡൺ. താങ്ക് യു. ഓക്കെ, സന്തോഷം കേട്ടോ. താങ്ക് യു. അപ്പൊ ഷിനിജിക്കും അതുപോലെ അർച്ചനയ്ക്കും ഒക്കെ ഒത്തിരി താങ്ക്സ് കേട്ടോ. രോഹിത്, നാരായണൻ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ താങ്ക് യു.